അള്ളാഹ് പവർശേഷം പോലെയാണെന്ന് പറഞ്ഞ ചില ആള് വല്ലാഹി റബ്ബുലാനെ തന്നെയാണ് സത്യം. ഇത് അള്ളാഹുവിന്റെ മേൽ ഇഫ്തിറാ. ആ ഇഫ്തിറായിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റും. അള്ളാഹുവിന്റെ മേൽ ആരോപണമാണ്. സുബ്ഹാനല്ലാഹ്. ഈ ആരോപണങ്ങളെല്ലാം ഞാൻ തള്ളുന്നു പഠിച്ചവനെ. ഇതാണ് തസ്ബീഹിന്റെ മാന. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ നിന്നെ പറ്റി ആരൊക്കെ എന്തൊക്കെ വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഞാൻ തള്ളുന്നു. ഉസബ്ബിഹു തസ്ബീഹാ. ഇതാണ് സുബ്ഹാൻ. പോരാ, തള്ളിയ മാത്രം പോരാ. ലാ ഇലാഹ എന്ന കലിമയുടെ സ്ഥാനത്താണ് സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ്. ഇല്ലല്ലയും കൂടി വരണം. ആ സ്ഥാനത്താണ് തഹ്മീദ്. അൽഹംദുലില്ലാഹ്. നിന്നെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോ അത് ഞാൻ തള്ളുന്നു. നീ എന്തൊക്കെ നിന്നെ പറ്റി പറഞ്ഞോ അത് ഞാൻ അംഗീകരിക്കുന്നു. അതാണ് തഹ്മീദ്. അൽഹംദുലില്ലാഹ്. അതാണ് തഹ്മീദ്. നിന്നെ പറ്റി നീ എന്തെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടോ അത് അപ്പടി ഞാൻ അംഗീകരിക്കുന്നു പഠിച്ചവനെ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്. തസ്ബീഹ് തഹ്മീദ് അങ്ങനെയാണ്. സുബ്ഹാനക വബിഹംദിക്. സുബ്ഹാനക വബിഹംദിക്. അപ്പോൾ തസ്ബീഹും ഹംദും ഒന്നിച്ചു വരുന്നത് അതുകൊണ്ടാണ്. തസ്ബീഹും തഹ്മീദും ഒന്നിച്ചു വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ സുബ്ഹാനല്ലാഹ് പറയുമ്പോഴും അള്ളാഹിനെ പറ്റി ഇന്ന് ആൾക്കാർ പറഞ്ഞു വരുത്തുന്നതെല്ലാം നമ്മളെ മനസ്സിൽ നിന്ന് പോകണം. എല്ലാം മനസ്സിൽ നിന്ന് പോകണം. ക്രിസ്ത്യാനികൾ അള്ളാഹിനെ പറ്റി പറഞ്ഞത് മൂന്നിലൊന്നാണെന്ന്, മൂന്നിലൊരാളാണെന്ന്. രണ്ട് ദൈവം വേറെയുണ്ടെന്ന് യേശുവും അറിയും. ജൂതന്മാർ പറഞ്ഞ് രണ്ടിലൊന്നാണെന്ന്. അള്ളാഹു അള്ളാഹിന്റെ ഒന്നിച്ച് ഉസൈർ ഒരു നബിയാണ്. പിന്നെ സാബിയക്കാര് പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിന്റെ പെമ്മക്കളാണെന്ന് ജൂതന്മാരും പറഞ്ഞു. പിന്നെ ഒരു കൂട്ടക്കാർ പറഞ്ഞു അള്ളാഹ്ക്ക് ഭാര്യയുണ്ടെന്ന്. പിന്നെ ഒരു കൂട്ടക്കാർ പറഞ്ഞു അള്ളാഹിനടുത്ത് ശുപാർശകരുണ്ടെന്ന്. വേറെ കൂട്ടക്കാർ പറഞ്ഞു അള്ളാഹുവിന്റെ അടുക്കൽ ഇടപെടാൻ പറ്റിയ ആൾക്കാരുണ്ടെന്ന്. വേറെ കൂട്ടക്കാർ പറഞ്ഞു അള്ളാഹുവിനെ കൂടാതെ സഹായം തേടാൻ പറ്റിയ ആൾക്കാരുണ്ടെന്ന്. ഇതെല്ലാം അള്ളാഹുവിന്റെ പേരിലുള്ള ആരോപണങ്ങളാണ്. സുബ്ഹാനല്ലാഹ് അമ്മാ യസിഫൂൻ. അവർ നിന്നെ പറ്റി വിശേഷിപ്പിക്കുന്നതിൽ നിന്നെല്ലാം നീ സുബ്ഹാനാണ് പഠിച്ചവനെ, നിന്നെ ഞാൻ അതിലെല്ലാം ഒഴിവാക്കുന്നു പഠിച്ചവനെ. എന്നിട്ട് വബിഹംദിക്, നീ നിന്നെ പറ്റി പറഞ്ഞ വഹദാനിയത്തുണ്ടല്ലോ അത് നിനക്ക് ഞാൻ സമ്മതിച്ചു തരികയും ചെയ്യുന്നു. അപ്പൊ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തുല്യമാണ്. സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ അൽഹംദുലില്ലാഹ് ഇല്ലല്ലാഹ് രണ്ടും കൂടി ഉള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ്? ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിവ് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം കോടാനക്കോടിക്കണക്കിന് മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ആ അറിവിന്റെ പ്രത്യേകതകളും പറഞ്ഞു കൊടുത്തു. സുമ്മ അറലഹും അലൽ മലായിക. എക്സിബിഷൻ പ്രദർശിപ്പിച്ചു ആദമിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് എന്താ? ആ യോഗത്തിൽ വെച്ച് മലക്കുകൾ പണ്ട് പറഞ്ഞ അഭിപ്രായം തിരുത്തിച്ചു അല്ലാഹു തആല. എന്താ പണ്ട് പറഞ്ഞത്? അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ. അത് തിരുത്തിച്ചു അല്ലാഹു തആല. കാരണം ആവശ്യമുണ്ട്. പിറകെ ഈ മലക്കുകൾക്ക് ഈ മനുഷ്യനോട് ഒരുപാട് ഖിദ്മത്തുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചുള്ള മതിപ്പ് നിലനിർത്തിക്കൊണ്ട് വേണം ഭൂലോകത്ത് മനുഷ്യന്റെ അവന്റെ ജോലി പൂർത്തിയാക്കാൻ. ബദറിൽ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ കൂട്ടം കൂട്ടമായിട്ട് ഇറങ്ങിയത് എപ്പോഴാണ്? മനുഷ്യന്റെ ഇക്റാം മനസ്സിലാക്കിയപ്പോഴാണ്. അത് നേരത്തെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അല്ലാഹു തആല മനുഷ്യൻ ആരാണെന്ന്. മനുഷ്യൻ ഉന്നതനായാൽ എത്രത്തോളം എത്തുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മലക്കുകളെക്കാൾ വലിയവരാണ് എന്റെ അടിമകൾ, അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന കാര്യത്തിലെന്ന്. ഹുനൈനിൽ അല്ലാഹു തആല ഇറക്കി മലക്കുകളെ. മുഅ്മിനീങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കമത്ത് വിളിക്കുമ്പോഴേക്ക് പോയിക്കോ, എന്റെ മുഅ്മിനീങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പോയിക്കോ. അവിടെ എവിടെയാണ് അല്ലാഹു തആല മലക്കുകളെ പങ്കെടുപ്പിക്കാതിരുന്നത്? നമ്മുടെ കൂട്ടത്തില് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല എവിടെയാണ് മലക്കുകളെ പങ്കെടുപ്പിക്കാതിരുന്നത്? ഇതിനു വേണ്ടിയിട്ടെല്ലാം അല്ലാഹു തആല നേരത്തെ കാലത്തെ മനുഷ്യൻ എന്ന സൃഷ്ടിന്റെ ഇക്റാം വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് മലക്കുകൾക്ക്. അതിൽ അവസാനത്തെ ഇക്റാം എന്താ? അല്ലാഹു തആല പറഞ്ഞു മലക്കുകളോട് സുജൂദ് ചെയ്യാൻ. ഉസ്ജുദൂ ലി ആദം. സുജൂദ് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പൂർത്തിയാക്കുക, അതിന്റെ പേരാണ് ഇബാദത്ത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇബാദത്ത് എന്ന കർമ്മം നിർവഹിക്കാൻ, ഇബാദത്ത് എന്നത് ഭഗവച്ചു കൊടുക്കാൻ യോഗ്യതയുള്ളവൻ അല്ലാഹു തആല മാത്രമേ ഉള്ളൂ. ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ?
ഇബാദത്തിന് നാം സാധാരണ ആരാധന എന്നർത്ഥം വെക്കാറുണ്ട്. ആരാധന എന്നർത്ഥം വെച്ചപ്പോൾ നമുക്ക് ഇബാദത്തിന്റെ ആകത്തുക മനസ്സിലാകാതെ പോയി. നാം പലതും നേരെ ചൊവ്വെ മനസ്സിലാക്കായിയോടെ നമ്മുടെ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് പഠിച്ചതിന്റെ കാരണത്താൽ, അതിന്റെ അകക്കാമ്പ് മനസ്സിലാകാത്തതിന്റെ കാരണത്താൽ ഇന്ന് മുസ്ലിമീങ്ങൾ അതിഭയങ്കരമായ അബദ്ധത്തിലും ഗർത്തത്തിലും ചെന്ന് ചാടിയിരിക്കുകയാണ്. അവർക്ക് പൊരുള് മനസ്സിലായില്ല. പലതും നല്ലതാണെന്ന് അവർ കരുതി, പലതും അവർ മനസ്സിലാക്കിയത് ശരിയാണെന്ന് കരുതി. അതിൽപ്പെട്ടതാണ് ഇബാദത്തിന്റെ മയന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമക്ക് ഇബാദത്തിന് ആരാധന എന്നർത്ഥം വെച്ചപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു പോയി. നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന്റെ പേരാണ് ഇബാദത്ത് എന്ന്. നിസ്കരിക്കലാണ് ഇബാദത്ത്, നോമ്പ് വെക്കലാണ് ഇബാദത്ത്, സക്കാത്ത് കൊടുക്കലാണ് ഇബാദത്ത് എന്ന് പലർക്കും തോന്നി. അല്ല സഹോദരന്മാരെ, അല്ല. നിസ്കരിക്കലോ നോമ്പ് വെക്കലോ സക്കാത്ത് കൊടുക്കുന്നതിന്റെ പേരല്ല ഇബാദത്ത്. ഇബാദത്ത് പറഞ്ഞാൽ പിന്നെ എന്താ? ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതിന്റെ പേരാണ് ഇബാദത്ത്. ഏതൊരു കാര്യം പ്രതിഫലത്തെയും പാപമോചനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിർവഹിക്കുമോ അത് അള്ളാഹ്ക്ക് മാത്രമാക്കി തീർക്കുന്നതിന്റെ പേരാണ് ഇബാദത്ത്. നല്ലത് നിക്രിക്കുന്നതിന്റെ പേരല്ല ഇബാദത്ത്. നിസ്കാരം അള്ളാഹ്ക്ക് മാത്രമാക്കുന്നതിന്റെ പേരാണ് ഇബാദത്ത്. നോമ്പോക്കുന്നതിന്റെ പേരല്ല ഇബാദത്ത്. നോമ്പ് അള്ളാഹ്ക്ക് മാത്രമാക്കി തീർക്കുന്നതിന്റെ പേരാണ് ഇബാദത്ത്. ബലിയർക്കുന്നതിന്റെ പേരല്ല ഇബാദത്ത്. ബലി അള്ളാഹ്ക്ക് മാത്രമാക്കി തീർക്കുന്നതിന്റെ പേരാണ് ഇബാദത്ത്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ പേരല്ല ഇബാദത്ത്. അത് അള്ളാഹ്ക്ക് മാത്രമാക്കി തീർക്കുന്നതിന്റെ പേരാണ് ഇബാദത്ത്. നേർച്ചയാക്കുന്നതിന്റെ പേരല്ല ഇബാദത്ത്. നേർച്ച അള്ളാഹ്ക്ക് മാത്രമാക്കി തീർക്കുന്നതിന്റെ പേരാണ് ഇബാദത്ത്. ദുആ ചെയ്യുന്നതിന്റെ പേരല്ല ഇബാദത്ത്. ദുആ അള്ളാഹ്ക്ക് മാത്രമാക്കി തീർക്കുന്നതിന്റെ പേരാണ് ഇബാദത്ത്. അപ്പൊ യാ അയ്യുഹന്നാസ് ഉബ്ദു, മനുഷ്യരെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞത് നിങ്ങൾ ആരാധന ചെയ്യുന്ന അർത്ഥത്തിലല്ല. നിങ്ങൾ ചെയ്യുന്നത് എന്തോ അത് അള്ളാഹ്ക്ക് മാത്രം ചെയ്യണം. ഇതാണ് ഉബ്ദുന്റെ അർത്ഥം. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉബ്ദു ഐ വഹിദു. എല്ലാ തഫ്സീറിന്റെ കിതാബിലുള്ളത് അങ്ങനെയാണ്. ഐ ഇഅ്മലു എന്നല്ല തഫ്സീറിന്റെ കിതാബിലുള്ളത്. ഐ വഹിദു എന്നാണ് തഫ്സീറിന്റെ കിതാബിലുള്ളത്. ഉബ്ദു എന്ന് വെച്ചാൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, നിങ്ങൾ അമല് ചെയ്യണം, നിങ്ങൾ നിക്രിക്കണം, നോമ്പ് വെക്കണം എന്നൊന്നും ഇതിന് അർത്ഥമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് അള്ളാഹ്ക്ക് മാത്രമാക്കി ചെയ്യണം. ഇതാണ് ഇബാദത്തിന്റെ മയന. അതിലേക്കാണ് അല്ലാഹുവിന്റെ ദഅവത്ത്. ലാ ഇലാഹ ലാ മഅബൂദ ബിഹഖിൻ. ന്യായമായ രീതിയിൽ ആർക്ക് വേണ്ടി എന്ത് ചെയ്യണമോ അത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കുമെന്ന് ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മയന. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മയന. ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ടി നഫിയാൻ, രണ്ടാമത്തെ പാർട്ടി ഇസ്ബാത്താണ്. നിസ്കാരത്തിന് 14 ഫർളുണ്ട്, നോമ്പിന് 2 ഫർളുണ്ട്, ഹജ്ജിന് 5 ഫർളുണ്ട്. എല്ലാം നമുക്കറിയാം, എണ്ണിപ്പറയാൻ അറിയാം. ഈമാന്റെ ഫർള് മാത്രം നമുക്കറിയില്ല. ഈമാന് 2 ഫർളുണ്ട്. നിസ്കാരത്തിന്റെ ഫർളിൽ ഒന്ന് പോയാൽ നിസ്കാരം ബാത്തിലാണ്. നോമ്പിന്റെ ഫർളിൽ ഒന്ന് പോയാൽ നോമ്പ് ബാത്തിലാണ്. ഹജ്ജിന്റെ ഫർളിൽ ഒന്ന് പോയാൽ ഹജ്ജ് ബാത്തിലാണ്. ഈമാന്റെ ഫർളിൽ ഒന്ന് പോയാൽ ഈമാൻ ബാത്തിലാണ്. ഈമാന്റെ ഫർള് 2ആണ്, റുക്നൈൻ, 2 ഫർളാണ്. ഒന്ന് അഹദുഹുമാ അന്നഫി, ഒന്നാമത്തത് നഫിയാണ്, നിരാകരണം, ഇല്ല എന്ന് സ്ഥാപിക്കുക. ഒരുത്തന്റെ മനസ്സിൽ ഇല്ല എന്ന നിരാകരണം വരുന്നില്ലെങ്കിൽ അവന്റെ ഈമാൻ സഹിയാവൂല, ബാത്തിലാണ്. രണ്ടാമത്തെ ഫർള് ഇസ്ബാത്താണ്, സ്ഥിരീകരണം. ഒന്നാമത്തത് നിരാകരണം, ലാ ഇലാഹ നഫീനുള്ള കലിമയാണ്, ഇല്ലല്ലാഹ് ഇസ്ബാത്തിനുള്ള കലിമയാണ്. ലാ ഇലാഹ ഐ ലാ മഅബൂദ ബിഹഖ്. ഞാൻ എന്റെ കൈ നിർത്തുന്നുണ്ടെങ്കിൽ അതെന്റെ അള്ളാഹുവിന് മാത്രം. അള്ളാഹു അല്ലാത്ത ശക്തിയോട് ഞാൻ ദുആ ചെയ്യില്ല. അള്ളാഹു അല്ലാത്ത വ്യക്തിയോട് ഞാൻ ദുആ ചെയ്യില്ല. അള്ളാഹു അല്ലാത്ത വസ്തുവിനോട് ഞാൻ ദുആ ചെയ്യില്ല. അള്ളാഹു അല്ലാത്ത മരിച്ചുപോയവരോട് ദുആ ചെയ്യില്ല. അള്ളാഹു അല്ലാത്ത ജീവിച്ചിരിക്കുന്നവരോടും ദുആ ചെയ്യൂല. ദുആ ചെയ്യൂല. ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. ദുആയിലുള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക. ഇതാണ് ദുആയിലെ ശിർക്ക്, അശ്റുക്ക് ഫി ദുആ. അതേ സന്ദർഭത്തില് ആ കടയിൽ പറ്റൊരു ചായ വാങ്ങിയിട്ട് വന്ന ഒരാളോട് പറഞ്ഞാൽ അത് ദുആ ആകുമോ? ഇല്ല. ആ ഇസ്തിഗാസ മാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹു താല കൊടുത്ത കഴിവിൽപ്പെട്ടതാണത്.
അല്ല ചില കാര്യങ്ങൾ അല്ല മാത്രം വെച്ചിട്ട് അള്ളാഹു അല്ലാത്തവർക്ക് ഒരു കാരണത്തിനും കൊടുത്തിട്ടില്ല. അല്ല ചോദിച്ചു, അല്ല അല്ലാതെ പുറത്തുതരാൻ ആരെ കൊണ്ടാ കഴിയുക? അത് മാലായക്കതുവാലേയ. അതുകൊണ്ട് തങ്ങളെ എനിക്ക് പുറത്തു തരണം, ശൈഖേ എനിക്ക് പുറത്തു തരണം, ഇല്ല, ഒരു കാരണത്താലും അത് ശരിയാകുകയില്ല. ഇതാണ് പറഞ്ഞ വിഷയം. ഇതാണ് ഇബാദത്ത്. ലാ ഇലാഹ ഇല്ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ. അല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാ? അവൻ റബ്ബായതുകൊണ്ട്. എന്തുകൊണ്ട് അല്ലാഹ്? അവൻ റബ്ബായതുകൊണ്ട്. എന്തുകൊണ്ട് അല്ലാഹ്? അവൻ റബ്ബായതുകൊണ്ട്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ? മൻ റബ്ബുക എന്നാണ് മുൻഗണനയ്ക്ക് ചോദിക്കും. അർത്ഥം അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ മറുപടി പറയാ? എന്താണ് റബ്ബിന്റെ മഅന? റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എന്താണ് റബ്ബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? അത് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒറ്റ വാക്കിൽ അർത്ഥം വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്കും അറിയാത്ത തൗഹീദ് മുന്നിൽ അർത്ഥം സംഗതി നടക്കൂല. ഓരോന്നോരോന്നും നാം പഠിച്ചിരിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ആ റെക്കോർഡുമായിട്ട് നാം അള്ളാഹുവിനെ കണ്ടുമുട്ടണം. നാളെ വളരെ ക്ലിയർ ആയിട്ട്, ഒരു ഇളവില്ലാത്ത, ഒരു അണുമണി തൂക്കം പോലും ശിർക്കില്ലാത്ത ഈമാനുമായി, ഒരു അണുമണി തൂക്കം പോലും വിദേഹത്തില്ലാത്ത അഹ്മാനുമായി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആ രീതിയിൽ നാം ഈമാൻ മനസ്സിലാക്കിയെടുക്കണം. റബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? 3 ഗുണങ്ങൾ ആരിൽ മാത്രമുണ്ടോ അവന്റെ പേരാണ് റബ്ബ്. ആ റബ്ബായിരിക്കണം അല്ലാഹ്. എന്താണ് ആ 3 ഗുണങ്ങൾ? ഒന്നാമത്തെ ഗുണം ഉടമസ്ഥതാധികാരമാണ്, മുൽക്ക്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ഫീഹിൻ. ആകാശത്തിന്റെ മാലിക് അല്ലാഹുവാൻ, ഭൂമിന്റെ മാലിക് അല്ലാഹുവാൻ, ആകാശ ഭൂമികൾക്കിടയിലുള്ളതിന്റെ മാലിക് അല്ലാഹുവാൻ. ഈ സകല സ്വത്തിന്റെയും ബിയദിഹി മലകൂതു കുല്ലി ശൈ, സകല കാര്യങ്ങളുടെയും ഉടമസ്ഥതാധികാരം അള്ളാന്റെ കയ്യിലാണ്. അള്ളാഹു അല്ലാത്തവര ശക്തിക്ക്, അള്ളാഹു അല്ലാത്ത വ്യക്തിക്ക്, അള്ളാഹു അല്ലാത്ത വസ്തുവിന്, അള്ളാഹു അല്ലാത്ത ബീവിക്ക്, അള്ളാഹു അല്ലാത്ത ബാവക്ക്, അള്ളാഹു അല്ലാത്ത ഷെയ്ഖിന്, അള്ളാഹു അല്ലാത്ത വലിയിന്, അള്ളാഹു അല്ലാത്ത നബിയിന്, അള്ളാഹു അല്ലാത്ത റസൂലിന്, അള്ളാഹു അല്ലാത്ത ജിന്നിന്, അള്ളാഹു അല്ലാത്ത ഭൂതങ്ങൾക്ക്, അള്ളാഹു അല്ലാത്ത പ്രേതങ്ങൾക്ക്, ഒന്നിനും ഇവിടെ ഒരു ഈച്ചന്റെ ഉടമസ്ഥാധികാരം പോലുമില്ല. എല്ലാം അല്ലാഹ്. ഇതാണ് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം എന്താണ്? ഖൽഖ്, നിർമ്മാണാധികാരം. അത് പൂർണ്ണമായ രീതിയിൽ ആർക്കുള്ളതാണോ അവനായിരിക്കും റബ്ബ്. റബ്ബാവാനുള്ള 3 യോഗ്യതയിൽ ഒന്നാമത്തെ യോഗ്യത ഉടമസ്ഥതാധികാരമാണ്. രണ്ടാമത്തെ യോഗ്യത നിർമ്മാണാധികാരമാണ്. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്. നിർമ്മാണം അല്ലാഹുക്ക് മാത്രമാണുള്ളതിന് തെളിവ്. അല്ലാഹു തആല അല്ലദീ, ആരാണവൻ? ഖലഖസ് സമാവാതി, ആകാശങ്ങളെ നിർമ്മിച്ചത് അവനാണ്. വൽ അർള, ഭൂമിയെ നിർമ്മിച്ചത് അവനാണ്. വമാ ബൈനഹുമാ, ആകാശ ഭൂമികൾക്കിടയിലുള്ള സകല സ്വത്തെയും നിർമ്മിച്ചത് അവനാണ്. ഖൽഖ്. ഒരു ഈച്ചയെ നിർമ്മിക്കുന്ന കാര്യത്തിൽ പോലും അല്ലാഹു തആല അവകാശം ഒരാൾക്കും വെച്ചു കൊടുത്തിട്ടില്ല, ആർക്കും വകവെച്ചു കൊടുത്തിട്ടില്ല. നിർമ്മാണാധികാരത്തിൽ ഒരു ശിർക്ക് അല്ലാഹു തആലക്കില്ല, ഒരു നസീർ ഇല്ല, ഒരു ഷഫീർ ഇല്ല, ഒരു വഹീർ ഇല്ല. അല്ലാഹു തആല ഒരാളെയും ഈ കാര്യത്തിൽ അടുപ്പിക്കുന്നില്ല. അല്ലാഹു സ്വന്തമായിട്ടാണ് നിർമ്മാണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി ഒരു വലിയന്റെ അടുത്തേക്ക് പോകാം, കുഞ്ഞിന് വേണ്ടി ഒരു ശൈഖിന്റെ അടുത്തേക്ക് പോകാം, കുഞ്ഞിന് വേണ്ടി ഒരു ജിന്നിന്റെ അടുത്തേക്ക് പോകാം, കുഞ്ഞിന് വേണ്ടി ഒരു തങ്ങളടുത്തേക്ക് പോകാം, കുഞ്ഞിന് വേണ്ടി ഒരു ബീവിന്റെ അടുത്തേക്ക് പോകാം. വല്ലാഹി അല്ലാഹു സഹിക്കാത്ത ജോലിയാണ്. കാരണം ഖൽഖിന്റെ ഒരു ഈച്ചയെ നിർമ്മിക്കുന്ന കാര്യം പോലും അല്ലാഹു തആല ഒരാൾക്കും വിട്ടുകൊടുക്കൂല എന്ന് അല്ലാഹു തആല ശപഥം ചെയ്ത് പറഞ്ഞ കാര്യമാണ്. അത് നമ്മൾ വകവെച്ചു കൊടുത്താൽ അല്ലാഹുവിനെ ഈ കാര്യത്തിൽ അപരാധം പറയുന്നവരായി മാറും നമ്മൾ. അല്ലാഹുവിനെ ഇഫ്തിറാ ചെയ്യുന്നവരായി മാറും നമ്മൾ. അല്ലാഹ് എനിക്ക് മാത്രം എന്ന് പറഞ്ഞത് എനിക്കല്ലാതെ വേറെ ആർക്കുമുണ്ട് എന്ന അല്ലാഹുവിന്റെ മേലുള്ള ധിക്കാരം പറഞ്ഞവരായി മാറും. അല്ലാഹു അല്ലാത്തവരെ ഒരു ഈച്ചയ്ക്ക് വേണ്ടിയെങ്കിലും സമീപിക്കുന്നവർ. അത്ര സൂക്ഷിക്കാൻ അല്ലാഹു നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹോ മനുഷ്യരെ, ളുരിബ മസലുൻ, നിങ്ങൾക്ക് ഞാനൊരു ഉപമ പറഞ്ഞു തരാം. ഫസ്തമിഊന,
ശ്രദ്ധിച്ചു കേട്ടോളി, ശ്രദ്ധിച്ചു കേട്ടോളി. അല്ലാഹു തആല പറയാ, എന്താണ് ഉപമ? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ അപേക്ഷിക്കുന്നവർ, നിങ്ങൾ ദുആ ചെയ്യുന്നവർ, അല്ലാഹു അല്ലാത്ത ശക്തികൾ, അല്ലാഹു അല്ലാത്ത വ്യക്തികൾ, അല്ലാഹു അല്ലാത്ത വസ്തുക്കൾ, അല്ലാഹു അല്ലാത്ത നബിമാർ ക്രിസ്ത്യാനികളെ പോലെ, അല്ലാഹു അല്ലാത്ത മുർസലീങ്ങൾ ജൂതന്മാരെ പോലെ, അല്ലാഹു അല്ലാത്ത മുർസലീങ്ങൾ ക്രിസ്ത്യാനികളെ പോലെ, അല്ലാഹു അല്ലാത്ത വലിയുകൾ ഒബിസിക്കാരെ പോലെ, അല്ലാഹു അല്ലാത്ത വസ്തുക്കൾ മജൂസികളെ പോലെ, അങ്ങനെ അല്ലാഹു അല്ലാത്ത ശക്തികളെ, വ്യക്തികളെ, വസ്തുക്കളെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങൾ, അല്ലാഹു അല്ലാത്ത ബീവി, അല്ലാഹു അല്ലാത്ത ബാവ, അല്ലാഹു അല്ലാത്ത ശൈഖ്, അല്ലാഹു അല്ലാത്ത തങ്ങൾ, ഇവരാരും ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, ഒരു തലവേദന വരുമ്പോൾ നിങ്ങൾ ഓടിപ്പോകുന്ന ആരാണോ അവരാരും, ഒരു എന്തെങ്കിലും വീട്ടിലൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ഓടിച്ചെന്ന് കണ്ട് ഈ പരാതി പറയുന്നവരാരാണോ, അവർ ജീവിച്ചിരിക്കുന്നവരായാലും കൊള്ളാം, മരിച്ചുപോയവരായാലും കൊള്ളാം, ജിന്നുകളായാലും കൊള്ളാം, മലക്കുകളായാലും കൊള്ളാം, അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ട ഒരു കാര്യം, അല്ലാഹുവിന്റെ ഖൽഖിൽപ്പെട്ട, അല്ലാഹുവിന്റെ മുൽക്കിൽപ്പെട്ട, അല്ലാഹുവിന്റെ ഉടമസ്ഥതയിൽപ്പെട്ട, അല്ലാഹുവിന്റെ നിർമ്മാണത്തിൽപ്പെട്ട, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ആരെ സമീപിക്കുന്നോ അവരാരും തീർച്ചയായും ഒരു ഈച്ചയെ പോലെ നിർമ്മിക്കാൻ കഴിയാത്തവരാ. ഖുർആൻ അല്ലാഹു തആല നിർമ്മിക്കാൻ അവർ ഒറ്റക്കൊറ്റക്ക് പോട്ടെ, കൂട്ടായ്മയിൽ പോട്ടെ, ഈ ലോകത്ത് അല്ലാഹുവിനെ കൂടാതെ ആരെയൊക്കെ ആരെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ, ക്രിസ്ത്യാനി റസൂലിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ജൂതൻ നബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, മുസ്ലിമീങ്ങൾ വലിയുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അമുസ്ലിമീങ്ങൾ മറ്റ് ബിംബങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ഇവരെല്ലാവരും കൂടി ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി എന്ന് വെച്ചാലും ശരി ഒരു ഈച്ചയെ നിർമ്മിക്കാൻ കഴിയില്ല. അല്ലാഹു തആല പറഞ്ഞു വല വിജിത്തമഊല. ഇജ്തിമാ എന്ന വാക്കിന്റെ അർത്ഥം കോർപ്പറേഷൻ, കൂട്ടായ്മ, കൂട്ടായ്മ. ഇവരെല്ലാവരും കൂടി ക്രിസ്ത്യാനി വിളിച്ചു പ്രാർത്ഥിക്കുന്ന റസൂലായ ഈസ നബി, ജൂതം വിളിച്ചു പ്രാർത്ഥിക്കുന്ന നബിയായ ഉസൈർ, അതേപോലെ തന്നെ മജൂസി വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശക്തിയായ തീ, മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അയ്യപ്പ മുത്തപ്പന്മാർ, മുസ്ലിമീങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശൈഖുമാർ, തങ്ങന്മാർ, ഖോജമാർ, ജാറങ്ങൾ, ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ടൊരു യോഗം കൂടി നമുക്കൊരു ഈച്ചയെ നിർമ്മിച്ചാൽ എന്താണ്? അല്ലാഹ് പറഞ്ഞു ഇല്ല വല വിജിത്തമഊല. ഇവരെല്ലാവരും കൂടി ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയാലും ശരി ഒരു ഈച്ചയെ നിർമ്മിക്കാൻ ഞാൻ അവർക്ക് അവകാശം കൊടുത്തിട്ടില്ല. എന്നിട്ടാണ് പിന്നെ ഒരു കുഞ്ഞിനെ തരുന്ന ജോലി? എന്നിട്ടാണോ സുഹൃത്തുക്കളെ കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാതെ വരുമ്പോൾ മക്കളെ തരുന്ന ജോലി? അല്ലാഹ് പറഞ്ഞൊരു ഈച്ചയെ നിർമ്മിക്കാൻ പോലും ഇവരെ കൊണ്ട് സാധിക്കൂല, പിന്നെയാണോ നിങ്ങൾക്കൊരു കുഞ്ഞിനെ നിർമ്മിച്ചു തരുന്നത്? വളരെ വ്യക്തമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ. അല്ലാഹുവിന്റെ വിളി വ്യംഗ്യമല്ല, സാങ്കല്പികമല്ല, ഭാവനാപരമല്ല, ഏത് സാധാരണക്കാർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് അല്ലാഹു തആല അവന്റെ വഹദാനിയത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ നാം ഗൂഢമാക്കി കളഞ്ഞു, നാം പലമാതിരി വ്യാഖ്യാനങ്ങൾ നൽകി അതിനെ ഏതോ ഒരു പ്രേതലോകത്തോ ഭൂതലോകത്തോ നിർത്തി മനുഷ്യനെ വിരട്ടിക്കളഞ്ഞു. എന്നിട്ട് സാധാരണക്കാരന്റെ വിശ്വാസക്കുറവിനെയും വിവരക്കുറവിനെയും ചൂഷണം ചെയ്ത് അധികാരി വർഗം രാജ്യം ഭരിക്കുന്നു, പുരോഹിത വർഗം സമ്പത്തുണ്ടാക്കുന്നു. ഇതാണ് സംഭവം, ഇതാണ് സംഭവം. അതേ സന്ദർഭത്തിൽ അല്ലാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഴുവനും വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അല്ലാഹു തആല പറഞ്ഞു വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ നിങ്ങളോട് ചോദിച്ചാൽ അന്നി, എന്നെ സംബന്ധിച്ച്. ജൂതന്മാർ വന്നിട്ട് ചോദിക്കുന്നു, അവര് ഞങ്ങളെ ദൈവം ഉസൈർ ഞങ്ങൾ ഒരു നബിയെ ഞങ്ങൾ അള്ളാന്റെ മോനാക്കി അടക്കി വെച്ചിരിക്കുകയാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നബിയോട് ഞങ്ങൾ പറയും, ആ നബി അള്ളാഹു ഞങ്ങളെ കാര്യങ്ങൾ നിർവഹിച്ചു തരും. അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഞങ്ങൾ ഈസയെ നബിയാക്കി വെച്ച ഒരു റസൂലിനെയാണ് ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിരിക്കുന്നത്, ആ റസൂൽ അള്ളാന്റെ മോനാണ്, അവന് ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ റസൂലിനോട് പറയും, റസൂൽ അള്ളാന്റെ അടുത്ത ആളാണ്. എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നു എന്നുകൊണ്ട് റസൂലിന്റെ ബഹുമാനം ഇല്ലാണ്ടാവോ? എന്ത് പറയുമ്പോൾ സാധാരണക്കാർ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ? ഓ, ക്രിസ്ത്യാനികളും ജൂതന്മാരും ആരാധിക്കുന്നതിനോട് നമ്മൾ ഔലിയാക്കന്മാരെ മുസ്ലിയാരെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു.
സുഹൃത്തുക്കളെ, ഔലിയാക്കന്മാരെക്കാൾ ബഹുമാനമുള്ളവരല്ലേ അമ്പിയാക്കൾ, അതിനേക്കാൾ ബഹുമാനമുള്ളവരെ മുർസലീങ്ങൾ. ക്രിസ്ത്യാനികൾ റസൂലായ ഈസ നബിയെ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നു, ക്രിസ്ത്യാനികൾ അള്ളാഹ്ക്ക് ഇടക്ക് വെക്കുന്നു, അള്ളാന്റെ പകരം വെക്കുന്നു, അള്ളാഹിനോട് ചോദിക്കേണ്ടത് ഈ നബി റസൂലിനോട് ചോദിക്കുന്നു എന്നതുകൊണ്ട് നമുക്കിപ്പോ ഈസാ നബിയെ തള്ളാൻ പറ്റോ? നമുക്ക് ഈസാ നബിയെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റോ? ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒരു റസൂലിനെയും തള്ളിപ്പറയാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഇനി നാളെ പറ്റുന്ന ഒരു വലിയന്റെ ഖബറ് കുറെ അമുസ്ലിമീങ്ങൾ കൂടിയിട്ട് ഒരു അമ്പലമാക്കി വെച്ചോൾ, എന്നാലും നമുക്ക് അറിയുന്നൊരു മഹാനാണെങ്കിൽ നമുക്ക് സലാം ചൊല്ലാതിരിക്കാൻ പറ്റോ? ഒരു മുസ്ലിമാണ്, നമുക്ക് അറിയുന്നൊരു നാളെ മുസ്ലിമാണ്, നമുക്കറിയുന്ന. പക്ഷേ ഇന്നത്തെ ദുനിയാവാൻ, ഇന്നത്തെ കോടതിയും കേസും ഒക്കെ കേസ് വിളിച്ച് അവർ നമ്മളതാ, എന്നിട്ട് അവിടെ കുറെ ഇതെല്ലാം വെച്ചിട്ട് ഒരു അമ്പലമാക്കി മാറ്റി. നമുക്ക് നന്നായിട്ട് അറിയാം ഇന്ന കൊല്ലം മരിച്ചൊരു ആചാര കിടക്കണത് എന്ന്. എന്നാൽ ആചാർക്ക് സലാമുലായിരിക്കാൻ നമുക്ക് പറ്റും അവരാരാധിക്കുന്നതൊക്കെ ആക്കിയിട്ട്? നിങ്ങൾ കാണിച്ചുതരാം. വളവട്ടണത്തിനടുത്തതാ ഒരു ജാഹറം, പുതിയതൊരു വളവട്ടണത്തിൽ പിന്നെ കണ്ണൂരിന്റെയും പുതിയന്റെ ഇടയിൽ അത് മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാൻ, ഒരു മുസ്ലിം അടക്കപ്പെട്ടിട്ടുണ്ട് അവിടെ. വളവട്ടണം ജമാഅത്തിന്റെ സ്ഥലമാണ്. അങ്ങനെ അവിടുത്തുകാരായ ജനങ്ങളും വളവട്ടണം ജമാഅത്തും തമ്മിൽ കേസ് കൂടി മദ്രാസ് ഹൈക്കോടതിയിൽ. ഞങ്ങളതാണെന്ന് അവരും, ഞങ്ങളതാണെന്ന് പള്ളി കമ്മിറ്റിയും. അവസാനം ഹൈക്കോടതി വിരിച്ചു അത് അവരതാണെന്ന്. അവരതിനെ അമ്പലമാക്കി രൂപപ്പെടുത്തിയെടുത്തു. ഇപ്പോഴും തെക്ക് വടക്കായിട്ടാണ് സംഗതി ഉള്ളത്. അവിടെ പൂജകൾ നടക്കുന്നു, തെയ്യം നടക്കുന്നു, മുത്തപ്പൻ നടക്കുന്നു, അയ്യപ്പൻ നടക്കുന്നു. എല്ലാവർക്കും അറിയാം അത് മുസ്ലിം അതിൻ്റെ ഉള്ളിൽ കിടക്കണത് എന്ന്. ഇങ്ങനെ എത്ര എത്ര കേസുകളുണ്ട് ദുനിയാവിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ. എന്ന് വെച്ചിട്ട് അമുസ്ലിമീങ്ങളെ കൈകാര്യം ചെയ്യുന്ന എന്തുകൊണ്ട്? അതിന്റെ ഉള്ളിലുള്ള ആൾക്കാര് നമ്മളതല്ലെന്നോ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അതിന്റെ ഉള്ള ആൾക്കാർ നമ്മൾ തന്നെയാണെന്നോ ഇത് രണ്ടുറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റുമോ? ബഹുമാനമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ മലബാറിലൊക്കെ, കേരളത്തിലൊക്കെ ചിലതിങ്ങനെ പ്രസംഗിക്കും. ഇവർ പ്രതിഷ്ഠിക്കുന്ന ചില പ്രതിഷ്ഠകളിലേക്ക് ജനങ്ങളെ വിശ്വാസത്തെ മാറ്റിയെടുക്കാൻ, ഇവർ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മരിച്ചുപോയതും ജീവിച്ചിരിക്കുന്നതുമായ പല പ്രതിഷ്ഠകളിലേക്കും ജനങ്ങളെ വിശ്വാസത്തെ മാറ്റിയെടുക്കാൻ, അതിലൂടെ രാഷ്ട്രീയക്കാർക്ക് രാജ്യം ഭരിക്കാൻ കഴിയും, പിന്നെ പുരോഹിതന്മാർക്ക് പൈസ ഉണ്ടാക്കാനും പറ്റും. ഇത് രണ്ടിനും ആവശ്യം ആരാണ്? സാധാരണക്കാരന്റെ വിവരക്കേടും വിശ്വാസക്കുറവുമാണ്. സാധാരണക്കാരൻ വിവരമുള്ളവനായി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് അവനെ അടിമകളെ പോലെ വെച്ചിരിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ സാധാരണക്കാരൻ അള്ളാഹിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുരോഹിതന്മാർക്ക് അവരെ ചൂഷണം ചെയ്യാൻ പറ്റുകയില്ല. ഹൽക്കകളും സൽസുകളും ബിരിയാണികളും ഉണ്ടാക്കി സമൂഹത്തിന്റെ മാനസികമായ ആത്മീയമായ ഫിത്രത്തിനെ ചൂഷണം ചെയ്ത് വൻകിട വ്യവസായങ്ങളും വൻകിട വ്യാപാരങ്ങളും കൊഴിപ്പിച്ചെടുക്കാൻ പറ്റുകയില്ല. നിങ്ങളറിയോ, ഇന്ന് ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ലോബി ഈ ഉമ്മത്തിന്റെ ആത്മീയതയെ ചൂഷണം ചെയ്യുന്ന വിഭാഗങ്ങളാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തിലാണ് ഏറ്റവും വലിയ ആത്മീയ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാർ ഏറെക്കൊയൊക്കെ നന്നായി വരുന്നുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണ് ഇവിടെ ഏറ്റവും വലിയ ചൂഷകന്മാരും ഏറ്റവും വലിയ ആത്മീയതയെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കുന്നവരും. നിങ്ങളറിയോ, പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് റിയൽ എസ്റ്റേറ്റ് ലോബി കടന്നു വന്നു, അധികാര ലോബി കടന്നു വന്നു. നാക്ക് ചലിക്കാൻ താക്കത്തുള്ള ഉലമാക്കളെ മാറ്റി നിർത്തി, ഈമാൻ പറയാൻ താക്കത്തുള്ള, സുന്നത്ത് പറയാൻ താക്കത്തുള്ള ഉലമാക്കളെ മാറ്റി നിർത്തി വൻകിട വ്യവസായ ലോബിയുടെ കയ്യിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്റെ ചുക്കൻ വന്ന് ചേർന്നപ്പോൾ സാധാരണക്കാരായ ജനത്തിന്റെ ചൂഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ അല്ലാഹ് പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതും തീവ്രമായി ഉമ്മത്തോട് പറഞ്ഞു കൊടുക്കാനായിരിക്കും തയ്യാറായ അവരെ പുതിയതെന്നും അവരെ ചാരനെന്നും അവരെ സയനിസ്റ്റ് ചാരനെന്നും അത് പറയേണ്ടി വരും. എന്തുകൊണ്ടാ? അവനവൻ നിലനിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് നയിക്കുന്നത് വൻകിട റിയൽ എസ്റ്റേറ്റ് ലോബികളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വഹദാനിയത്തും തങ്ങളെ സുന്നത്തും വിളിച്ചു പറയുന്നവർ അമേരിക്കന്റെ ശക്തിയാണെന്നും ജൂതന്റെ ലോബിയാണെന്നും സയനിസ്റ്റ് ലോബിയാണെന്നും പറയേണ്ടി വരുന്നത് സ്വന്തം അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാ. അതുകൊണ്ടാണത്. സ്വന്തത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ നാം ബാധ്യസ്ഥരാവണം. പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ച് സാധാരണക്കാരന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ, സാധാരണക്കാരന്റെ തൃപ്തിയെ സ്വാധീനിക്കാൻ, സാധാരണക്കാരന്റെ ഇഷ്ടത്തെ സ്വാധീനിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ലാ ഇലാഹ മൂടി വെച്ച് ഇല്ലല്ല മാത്രം തൗഹീദാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ഇസ്ലാമിക പരിശ്രമ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് ലോകത്ത്, നാട്ടില്, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത്. തലപ്പത്ത് നയിക്കുന്ന ഒരു വൻകിട റിയൽ എസ്റ്റേറ്റുകാർ, വൻകിട വ്യവസായികൾ,
വൻകിട അധികാരി വർഗം. എന്നിട്ട് സാധാരണക്കാരനെ വെറും കുഞ്ഞാടുകളാക്കി നിർത്തി ഉലമാക്കളെ മാറ്റി നിർത്തി. ആരെപ്പോലെ? പണ്ട് അബൂ ഹനീഫാനെ ജയിലിട്ടതുപോലെ, ഇമാം അഹ്മദ് ഹംബലിനെ ജയിലിട്ടതുപോലെ. ആരായിരുന്നു ഇമാം അഹ്മദ് ഹംബലിനെയും ഇമാം അബൂ ഹനീഫാനെയും ജയിലിട്ടത്? ഈ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഭരണകൂടങ്ങൾ, ദഅവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത റിയൽ എസ്റ്റേറ്റ് ലോബി, ദഅവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത വൻകിട വ്യവസായ ലോബി, വൻകിട ധനികന്മാര്. അവർക്ക് അവരെ അഭീഷ്ടത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ദീനുൽ ഇസ്ലാമിനെ ഉപയോഗിച്ച് കാശുണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റിന്റെ സോവിയറ്റ് റഷ്യ തകർന്നതിന് ശേഷം ലോകം സാമ്പത്തിക മാധ്യമം ഏറ്റവും കണ്ടെത്തിയത് ആത്മീയധാരകളെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ആത്മീയതയെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാനുള്ള മാതൃക എന്നുള്ള നിലയ്ക്ക് ഫേസ്ബുക്ക് പോലെയുള്ള നെറ്റ്വർക്കുകളിൽ ഇന്ത്യ രാജ്യത്തിലെ ഒരു അമ്മയും ഒരു ശ്രീശ്രീയും ഒരു ശൈഖുനയും ഒരു ആചാര്യനും സ്ഥലം പിടിച്ചത് അതുകൊണ്ടാണ്. ആത്മീയതയെ ചൂഷണം ചെയ്ത് റിയൽ എസ്റ്റേറ്റ് ലോബിയെ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് തഴച്ചു വളരുന്നുണ്ട് എന്ന് കാണിക്കാൻ നാം മനസ്സിലാക്കണം. എന്നിട്ട് നമുക്കിങ്ങനെ വിളിച്ചു പോവും. അള്ളാഹുവിന്റെ വഹദാനിയത്ത് പറയുന്നവർ, അഷ്റഫുൽ ഖൽഖിന്റെ റിസാലത്ത് പറയുന്നവർ, വഹദാനിയത്തിന്റെ ഒന്നിച്ച് ഒരു ശക്തിയെ സംബന്ധിച്ചോ ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ഒരു വസ്തുവിനെ സംബന്ധിച്ചോ ഒരു കാരണവശാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകാൻ പറ്റൂല, ഒരു കോംപ്രമൈസിന് തയ്യാറാകാൻ പറ്റൂല. അത്ര ശക്തമായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ അതിലും ശക്തമായിരിക്കണം ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരാണ് തൗഹീദിന്റെ പ്രബോധകന്മാർ. അതാണ് തൗഹീദിന്റെ മർമ്മം. അഡ്ജസ്റ്റ് ചെയ്യുന്ന തൗഹീദിന്റെ മർമ്മമല്ല, കോംപ്രമൈസ് തൗഹീദിന്റെ മർമ്മമല്ല. അതുകൊണ്ട് തന്നെ 313 മുർസലീങ്ങളും കടുകടുത്ത നോവനുഭവിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? അവർ ഇല്ലെന്ന് മാത്രം പറയുന്നവരായില്ല, അവർ ലാ ഇലാഹയും കൂടി പറയുന്നവരായി. അതുകൊണ്ട് ചിലപ്പോ പറഞ്ഞു നടക്കുന്നു റുബൂബിയത്ത് മാത്രമേ പറയാവൂ, ഉലൂഹിയത്ത് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പേടിച്ചിട്ട് തൗഹീദ് പൂർണ്ണമായി പറയാൻ പാടില്ല. അത്രേ. നമുക്ക് അഭയം കിട്ടൂല, നമുക്ക് കയറിയിരിക്കാൻ സ്ഥലം കിട്ടൂല, നമുക്ക് രണ്ടാളെ സഹായം കിട്ടൂല. അതുകൊണ്ട് ലാ ഇലാഹ പറഞ്ഞാൽ നമ്മളെ പുറത്തായി പോകും. അതുകൊണ്ട് അത് പറയാൻ പാടില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ആർക്കും വിഷമം ഉണ്ടാവില്ല, ഇല്ലെന്ന് പറഞ്ഞാൽ ആർക്കും വെറുപ്പുണ്ടാവില്ല, ഇല്ലെന്ന് പറഞ്ഞാൽ ആരും നമ്മളെ ചൊടിക്കൂല, ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും തലയിലേറ്റ് നടക്കും. അതുകൊണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ മതി, ലാ ഇലാഹ പറയണ്ട. നോ, അങ്ങനെ ഒരു ദീനില്ല. പരിശുദ്ധ ഖുർആന്റെ ദഅവത്ത് മുഴുവൻ ലാ ഇലാഹയിലേക്കാണ്. ദഅവത്ത് ലാ ഇലാഹയിലേക്ക്. എന്തുകൊണ്ട്? ഇല്ലല്ലാഹ്. അതുകൊണ്ട് ദഅവത്ത് ലാ ഇലാഹയിലേക്കാണ്. ദഅവത്ത് ഉലൂഹിയത്തിലേക്കുള്ള വഹദാനിയത്തിലേക്കാണ്. റുബൂബിയത്തിലുള്ള വഹദാനിയത്ത് ഉലൂഹിയത്തിലേക്കുള്ള ദഅവത്തിന്റെ ഷാഹിദ, സാക്ഷ്യപത്രമാണ്. എന്തുകൊണ്ട്? അല്ലാഹു മാത്രം, അല്ലാഹു റബ്ബായതുകൊണ്ട്. എന്തുകൊണ്ട് ദുആ അല്ലാഹുക്ക് മാത്രം? അല്ലാഹു റബ്ബായതുകൊണ്ട്. എന്തുകൊണ്ട് സുജൂദ് അല്ലാഹുക്ക് മാത്രം? അല്ലാഹു റബ്ബായതുകൊണ്ട്. എന്തുകൊണ്ട് നേർച്ച വഴിപാടുകൾ അല്ലാഹുക്ക് മാത്രം? അല്ലാഹു റബ്ബായതുകൊണ്ട്. എന്തുകൊണ്ട് ബലിയറുക്കൽ അല്ലാഹുക്ക് മാത്രം? അല്ലാഹു റബ്ബായതുകൊണ്ട്. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് പറ്റൂല? മറ്റുള്ളവർക്ക് റുബൂബിയത്തിന്റെ സിഫത്ത് ഇല്ലാത്തതുകൊണ്ട്. എന്താണ് റുബൂബിയത്തിന്റെ സിഫത്ത്? ഒന്നാമത്തെ സിഫത്ത് മാലിക്കിയത്താൽ ഉടമസ്ഥനാകാൻ യോഗ്യത അല്ലാഹുക്ക് മാത്രം. രണ്ടാമത്തെ സിഫത്ത് ഖാലിഖിയത്താൽ ഒരു ഈച്ചയെ പോലും നിർമ്മിക്കാനുള്ള യോഗ്യത അല്ലാഹുക്ക് മാത്രം. മൂന്നാമത്തെ സിഫത്ത് തദബ്ബുറാൻ, നിയന്ത്രിക്കാനുള്ള അവകാശമാണ്. മൂന്നാമത്തെ യോഗ്യത നിയന്ത്രണാവകാശം. ഒരു തലവേദന പോലും നിയന്ത്രിക്കാൻ അല്ലാഹുക്കല്ലാതെ ഒരു ഡോക്ടർക്ക് കഴിയില്ല, ഒരു ഫിസിഷ്യന് കഴിയില്ല, ഒരു ശൈഖിന് കഴിയില്ല, ഒരു വലിയന് കഴിയില്ല, ഒരു നബിക്ക് കഴിയില്ല, ഒരു റസൂലിന് കഴിയില്ല. ഒരു തലവേദന പോലും തദബ്ബുർ ചെയ്യാൻ തലവേദനന്റെ ഖാലിഖ് അല്ലാഹ്, തലവേദനന്റെ ഖാലിഖ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ തലവേദനയെ നിയന്ത്രിക്കുന്നവനും അല്ലാഹ് മാത്രമാണ്. അതിനൊരു ഗുളികക്ക് പങ്കില്ല, ഡോക്ടർക്ക് പങ്കില്ല, ആശുപത്രിക്ക് പങ്കില്ല. പിന്നെ നാം ഗുളിക കഴിക്കുന്ന എന്തിന്റെ പേരില? അസ്ബാബ് ഇസ്തിമാൽ ചെയ്യൽ ഈ ഉബൂദിയത്തിന്റെ ഭാഗമായതുകൊണ്ട്, എന്നല്ലാതെ രോഗം മാറാൻ വേണ്ടിയിട്ടല്ല. നീ ഈ മരുന്ന് കുടിക്കാൻ നീ പറഞ്ഞല്ലോ, എന്തിനാ? അതെ, എന്റെ കൽപ്പനയാണ്. നീയാണല്ലോ ഷാഫി അല്ലാഹുവേ, അത് ഞാൻ അംഗീകരിക്കുന്നു. പോരാ, കുടിക്കണം. ശരി അല്ലാഹ്, നീ പറഞ്ഞു, ഞാൻ കുടിക്കുന്നു. രോഗം മാറലും നിന്റെ കയ്യിൽ. മരുന്നുമായിട്ട് രോഗം മാറി നിർബന്ധം. പിന്നെ നീ ആശുപത്രി കാണിച്ചെന്തിനാ? എന്റെ അള്ളയായ നീ പറഞ്ഞതുകൊണ്ട്. നീ കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്ന പ്രശ്നമില്ല. ഇതാണ് ഈമാൻ. അത് തന്നെയാണ് ഈമാൻ. ബഹുമാനപ്പെട്ട മാശിത്തത്ത് ബിനുത്ത് ഫിർഔൻ
ഫിർഔന്റെ മകൾക്ക് മുടിവാരി കൊടുക്കുന്ന ഒരു പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധിച്ചോളൂ സംഭവം. മേറാജിന്റെ രാത്രിയിൽ അഷ്റഫുൽ ഖൽക്ക് ജിബ്രീലോടൊപ്പം അഭൗതിക ലോകം ചുറ്റിക്കാണുകയാണ്. ലിയുരിയഹു മിൻ ആയാതിന സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. എന്തിന്? ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അഭൗതിക ലോകം ചുറ്റിക്കറങ്ങി കാണുകയാണ് റസൂലുള്ളാഹി തങ്ങൾ. ഹഖ്ഖാൻ ഹഖ്ഖാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ വാക്ക് അതാണ് ഈമാൻ. അബൂജഹലും പാർട്ടിയും കളിയാക്കി അബൂബക്കർ സിദ്ദീഖിനോട്, ഹോ അബൂബക്കർ, നിന്റെ സഹോദരൻ ആകാശത്തിലൊക്കെ പോയി വന്നിട്ടെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? എന്റെ സഹോദരൻ അത് പറഞ്ഞോ? ആ പറഞ്ഞു. എങ്കിൽ ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞു. കാരണം അതിനേക്കാൾ വലുതാണ്. എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞു രാവിലെയും വൈകുന്നേരവും ആകാശത്ത് നിന്ന് എനിക്ക് വഹിയിറങ്ങുന്നുണ്ടെന്ന്. അത് വിശ്വസിച്ചോനാണ് ഞാൻ. എന്നിട്ടല്ലേ പിന്നെ ആകാശത്തിൽ പോയി വന്നിട്ടുണ്ടോ ഞാൻ വിശ്വസിക്കാതിരിക്കാൻ. അതാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ. ആ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കുക. ആദം ഹവ്വ ദമ്പതിമാർ ആകാശത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നവർ, അത് കിനാവല്ല. എങ്കിൽ പിന്നെ റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ട് പോയത് മാത്രം നിന്നെ കിനാവാക്കുന്നു. എന്താ സുഹൃത്തുക്കളെ, സഹോദരമേ, എന്താ ഉറപ്പ് കിട്ടാത്തത്? എന്താ എന്നാലും എന്നൊരു ചോദ്യം കിടക്കുന്ന മനസ്സിൽ? പലരുടെയും മനസ്സിൽ എന്നാലും എന്നൊരു ചോദ്യം കിടക്കുന്നതാണെന്നു മുഖം നോക്കി അറിയാം. എന്തിനാ എന്നാലും എന്ന ചോദ്യം? മേറാജിനെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് ഖുർആനിലെ നസ്സല്ലേ ആദം ഹവ്വ ആകാശത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് വന്നതെന്നുള്ള കാര്യം അല്ലേ? നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക ആകാശം എന്നല്ലേ പറഞ്ഞത്? എന്താ ആദം ഹവ്വ കിനാവിലാണോ ഭൂമിയിലേക്ക് വന്നത്? അങ്ങനെയാണെങ്കിൽ കിനാവിൽ നമ്മളൊക്കെ ഉണ്ടോ? ആദം ഹവ്വ ദമ്പതിമാർ ഇത്രയും ഉറപ്പായിട്ട് ആകാശത്ത് ഇങ്ങോട്ട് വരാമെങ്കിൽ പിന്നെ അതിനേക്കാൾ അഷ്റഫായ അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് പോകാനാണോ ബുദ്ധിമുട്ട്? എന്റെ സുഹൃത്തുക്കളെ മനസ്സിൽ നിന്ന് ഒരു അംഗശക്തി കളിക്കുന്നത് വേണ്ട. നല്ല യഖീൻ, മാ ഖാല അല്ലാഹു മാ ഖാല റസൂലുള്ളാഹ്, എന്റെ അല്ലാഹ് കഴിവുള്ളവനാ. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ശൈത്താൻ നമ്മളെ പല വസ്വാസിലുണ്ടാക്കി തീർക്കും. എന്നാലും നീ ചിന്തിച്ചു നോക്കണം, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആകാശത്തിലേക്ക് പോകുക? എന്നാലും എന്ന പ്രയോഗം ശിർക്കിനെ വളർത്താൻ ശൈത്താന്റെ ചേരുവയാണ്. ശിർക്കിന്റെ ഏറ്റവും വലിയ ചേരുവ പുട്ടിയിടുന്ന ആള് തേങ്ങയിടുന്ന മാതിരി. പിട്ട് എന്തിനാ തേങ്ങയിടുന്നത്? പിട്ട് വേറെ കിട്ടാനല്ലേ? അല്ലെങ്കിൽ ഒലക്ക മൊത്തം പിട്ടല്ലേ തിന്നേണ്ടി വരിക. അപ്പൊ ഓരോ പിട്ടിന്റെ ഇടക്കിടക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്ന എന്തിനാ? ഓരോ പുട്ട് വേറെ വേറെ കിട്ടാൻ വേണ്ടിട്ട്. ഇതേപോലെ ശിർക്കിന്റെ ഐറ്റം തിരിക്കാൻ ശൈത്താന്റെ തേങ്ങയാണ് എന്നാലും എന്ന പ്രയോഗം. ഇപ്പൊ നിങ്ങൾ രാവിലെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക, അവർ ചോദിച്ചു കൈഫാസ് സാഹിബ്, എങ്ങനെയുണ്ട് ചങ്ങാതി? സുഖം തന്നെ. ഓ, കൊച്ചിൻ നല്ല സുഖമില്ല സാഹിബേ. അപ്പൊ മറ്റാള്, ഒരു പേടിയും വേണ്ട, അള്ളാഹു ഷിഫിയാക്കും. ആ സമയത്ത് മറ്റാള്, അള്ളാഹ് ഷിഫിയാക്കും, എന്നാലും പോയി അവന്റെ ഈമാൻ പോയി, അവന്റെ കഥ പോയി. അവന്റെ മനസ്സ് അള്ളാഹുവിന്റെ കാര്യത്തിൽ ഉറപ്പില്ല, അവൻ സംശയാലുവാണ് അള്ളാഹുവിന്റെ കാര്യത്തിൽ. അപ്പൊ യഥാർത്ഥത്തിൽ പറയേണ്ട വാക്കെന്താണ്? ബേശക്, തീർച്ചയായും എന്റെ അള്ളാഹു തന്നെയാണ് ഷിഫിയാക്കേണ്ടവൻ. അതിനപ്പുറം ഇനി വർത്താനം ഇല്ല. ഇനി അവനോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അവൻ ക്ലൈമാക്സാ പറഞ്ഞിരിക്കുന്നത്. അവന്റെ ക്ലൈമാക്സ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു ഷിഫിയാക്കും എന്ന വാക്ക് മോമിനോടാ പറഞ്ഞിരിക്കുന്നത്. അത് 100%. ചിലപ്പോൾ നീ വീട്ടിലെത്തുമ്പോഴേക്ക് സുഖമായിരിക്കും നിന്റെ യക്കീന്റെ അടിസ്ഥാനത്തിൽ. നീ മരുന്നും കുടിക്കേണ്ടി വരില്ല, നീ ആശുപത്രിയിൽ കാണിക്കേണ്ടി വരില്ല. എന്നാലും എന്ന പ്രയോഗമില്ല. ഉറപ്പാണ് നിനക്ക് എന്റെ അള്ളാഹ് തന്നെയാണ്. നീ പുറക്കെത്തുമ്പോ സുഖമായിട്ട് വരും. കാരണം അള്ളാഹു തആല ഉമ്മത്തിന്റെ മനസ്സ് ആ രീതിയിൽ ക്ലിയർ ആയിട്ട് നോക്കുകയാണ്. മെഹറാജിന്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി കാണുകയാണ് പലതും. അള്ളാഹ് കാണിച്ചു കൊടുക്കുകയാണ്. ജിബ്രീലിന്റെ കൂട്ടുകാരനെ ഒന്നിച്ചു വിട്ടിട്ട്. നല്ല ഏർപ്പാടാണ്, ഒരു മോമിന് മനസ്സ് കുളിർന്ന ഏർപ്പാടാണ്. അഷ്റഫുൽ ഖൽക്കിനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് എല്ലാം കാണിച്ചു കൊടുക്കാൻ. എന്റെ സുഹൃത്തുക്കളെ, ആ അള്ളാഹുവിനെ പറ്റി, അള്ളാഹിന്റെ പ്രിയപ്പെട്ട ഹബീബിനെ പറ്റി മനസ്സിന് മതിപ്പില്ലാതെ പോയി. അള്ളാഹ് പറഞ്ഞ വിഷയം അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാനുള്ള ഈമാൻ. അവിടെയല്ലേ പണ്ട് മലക്കൾ ആദമിന് സുജൂദ് ചെയ്തത്? അല്ലെങ്കിൽ അള്ളാഹ് അല്ലാത്ത ഒരാളെ മുമ്പിൽ സുജൂദ് പ്രശ്നമുണ്ടോ? മലക്കള് ഉണ്ടോ സുഹൃത്തുക്കൾ? നിങ്ങൾ ചിന്തിച്ചു പോകുന്നുണ്ടോ? മനുഷ്യരല്ല, മലക്കളില്ല. അവർ അള്ളാഹ് സർട്ടിഫൈ ചെയ്തവരല്ല അവർ. എന്നിട്ട് ആദമിന്റെ മുമ്പിൽ അവർ സുജൂദ് ചെയ്തില്ല. എന്താ കാരണം? അള്ളാഹ് പറഞ്ഞു, അവർ ചെയ്തു, തീർന്നു. അതിനപ്പുറം അവർക്ക് ഇഷ്കാലില്ല. ഇത് ആദമല്ലേ, ഇത് മണ്ണല്ലേ, മറ്റോ ചോദിച്ചത് അങ്ങനെയാ. ഇല്ല ഇബ്ലീസ് ചോദിച്ചത്
നീ എന്ത് ന്യായ അല്ലാഹു ഈ പറയുന്നത്? തീ കൊണ്ടല്ലേ നീ എന്നെ പഠിച്ചത്, മണ്ണുരുട്ടിട്ടല്ലേ നീ ഓനെ പഠിച്ചത്? അങ്ങനത്തെ ഞാൻ അവനെ എന്തൊരു ന്യായമാണിത്? ശരിയാവില്ല പഠിച്ചവനെ. ന്യായമാണ്. ഇബ്ലീസ് ന്യായം പറഞ്ഞു. പക്ഷെ എന്തുണ്ടായില്ല? അബ്ദും മഅബൂദും തമ്മിലുള്ള ബന്ധം ഉണ്ടായില്ല. അതേസമയത്ത് മലക്കുകൾ അബ്ദായി, മറ്റോ മഅബൂദുമായി. അല്ലാഹ് പറഞ്ഞു ഞാൻ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലൗ യംബഗി അൻ യസ്ജുദ ബശറുൻ ലിബശർ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സുജൂദ് ചെയ്യാന്നുള്ള കാര്യം എന്തെങ്കിലും ചാൻസ് വരാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഒരു പെണ്ണോട് അവളെ ഭർത്താവിന്റെ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കട്ടെയായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഓർഡർ ഇല്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മേറാജിന്റെ രാത്രിയിൽ പലതും കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ചോദിക്കുകയും സംശയം തീർക്കുകയും ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നു. നബി തങ്ങൾ ചോദിക്കുന്നു മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീൽ? അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നു ജിബ്രീൽ. ആ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് സഹീഹായ സനദോടെ തബറാനി ഇബ്നു അബ്ബാസിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മണം, സുഗന്ധം അടിച്ചു വീശുകയുണ്ടായി. നല്ല സുഗന്ധം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ മലക്കോട് ചോദിച്ചു മാ ഹാദിഹി റായിഹ, എന്താ ജിബ്രീൽ നല്ലൊരു മണം വരുന്നു, ഭയങ്കരമായ മണം. അപ്പൊ ജിബ്രീൽ പറഞ്ഞു ഹാദിഹി റായിഹതു മാശിത്തത്തി ഇംറഅത്തി മാശിത്തത്തി ബിനത്തി ഫിർഔൻ വഔലാദിഹാ. ഈ മണം ഫിർഔന്റെ മകൾക്ക് മുടിചീകിക്കൊടുത്ത പെണ്ണിന്റെയും പെണ്ണിന്റെ മക്കളുടെയും മണമാണ് എന്ന് പറഞ്ഞു ജിബ്രീൽ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾക്ക് ആവേശം കൂടി. എന്താണെന്നറിയാൻ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു മാ ശഅനുഹ, എന്താണ് ആ പെണ്ണിന്റെ കാര്യം? ഫിർഔന്റെ മകൾക്ക് മുടിചീകിക്കൊടുക്കുന്ന പെണ്ണിന്റെ കാര്യം എന്താ? അപ്പൊ ജിബ്രീൽ പറഞ്ഞു ഫിർഔന്റെ കൊട്ടാരത്തിൽ ഫിർഔന്റെ പെമ്മക്കൾക്ക് മുടിചീകിക്കൊടുക്കലാണ് ആ പെണ്ണിന്റെ ജോലി. ആ പെണ്ണ് പൂർണ്ണമായും അല്ലാഹുവിൽ വിശ്വസിച്ച പെണ്ണാണ്, അല്ലാഹുവിന്റെ വഹദാനിയത്തിൽ വിശ്വസിച്ച പെണ്ണാണ്. അവളെ ഈമാനെ സ്വകാര്യമായി സൂക്ഷിക്കുന്ന പെണ്ണാണ്. ഒരു ദിവസം മുടി ചീകിക്കൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് മാശിത്തത്ത് താഴേക്ക് വീണു, മുടി ചീകുന്ന ചീർപ്പ്. ആ സമയം ആ പെണ്ണ് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചീർപ്പ് നിലത്തുനിന്നെടുത്തു. അപ്പം ഫിർഔന്റെ മോള് ചോദിച്ചു പെണ്ണോട്, അബി, നിങ്ങൾ പറഞ്ഞ ബിസ്മില്ലയിലെ അല്ലാഹ് എന്റെ ബാപ്പയാണോ? അപ്പൊ പെണ്ണ് പറഞ്ഞു ലാ, അല്ല. പിന്നെ ആരാ? റബ്ബു അബി റബ്ബി വറബ്ബു അബീകില്ല, എന്റെയും നിന്റെ ബാപ്പാന്റെയും റബ്ബായ അല്ലാഹു ആണ് ഞാൻ പറഞ്ഞ അല്ലാഹ്. ആ സന്ദർഭത്തിൽ ആ മോള് പെണ്ണോട് ചോദിച്ചു, ഞാൻ ഈ കാര്യം എന്റെ ബാപ്പാനോട് പറയട്ടെ? കാലത്തിന് ശരി, പറഞ്ഞോളി. മോള് പോയിട്ട് ബാപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാപ്പയല്ലാത്തൊരു ഇലാഹിനെ നമ്മുടെ ജോലിക്കാരത്തിയായ പെണ്ണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ട്, ബാപ്പയല്ല ബാപ്പാന്റെയും റബ്ബാനായ അല്ലാഹുവാ പറയുന്നത്. ഫിറൗന് കലിയളകി. ഫിറൗൻ ആ പെണ്ണിനെ വിളിപ്പിച്ചു, ചോദ്യം ചെയ്തു. പീഡിപ്പിക്കുന്നവനാണ് ഫിർഔൻ. ഇതിനൊരു തഫ്സീർ എന്താ? ആണികൾ, കട്ടകൾ, ആപ്പ്, മരത്തിന്റെ ആപ്പുകള് രണ്ട് ഭാഗത്തേക്കൂടെ അടിച്ച് കയറ്റി മനുഷ്യനെ അതിന്റെ ഇടയ്ക്ക് പിഴിഞ്ഞ് പീഡിപ്പിക്കുന്നവനാണ് എന്നതിന്റെ അർത്ഥം. ദില്ലൗത്താദിന്റെ മയനാന്നൊരു തഫ്സീർ അങ്ങനെയാണ്. വത്തുകൾ, വത്തുത് പറഞ്ഞ ആണിയാണ്. ആപ്പ് എന്ന് പറയുന്നതാണ് മരത്തിന്റെ ആപ്പില്ലേ അടിച്ചു കയറ്റുന്നത്, അത്. ഈ രീതിയിൽ പീഡിപ്പിക്കുന്നവനാണ് അവൻ. അവൻ ആ പെണ്ണോട് വിളിച്ചു ചോദിച്ചു, മാമിൻ ഇലാഹിൻ ഗൈരി, എടി നിനക്ക് ഞാനല്ലാത്തൊരു ഇലാഹ് വേറെ ഉണ്ടോടെ? കാലത്തിനകം ഉണ്ട്, എനിക്കൊരു അല്ലാഹു ഉണ്ട്. ആരാണ് അല്ലാഹ്? റബ്ബി വ റബ്ബുക അല്ലാഹ്, എന്റെയും നിന്റെ റബ്ബായ അല്ലാഹ്, എന്നെയും നിന്നെയും സൃഷ്ടിച്ച അല്ലാഹ്, എന്നെയും നിന്നെയും ഉടമപ്പെടുത്തിയ അല്ലാഹ്, എന്നെയും നിന്നെയും നിയന്ത്രിക്കുന്ന അല്ലാഹ്. എപ്പോൾ റബ്ബ് എന്നുള്ള വാക്ക് എവിടെ കണ്ടാലും ഈ മൂന്നർത്ഥം വെച്ചോളണം. ഖുർആൻ ശരീഫിൽ റബ്ബ് എന്ന വാക്ക് എവിടെ കണ്ടാലും,
ഹദീസിൽ റബ്ബ് എന്ന അള്ളാഹുമായി ബന്ധപ്പെടുത്തി എവിടെ കണ്ടാലും അതിന്റെ അർത്ഥം വെറും രക്ഷിതാവ് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ പറഞ്ഞു പോകരുത്. രക്ഷിതാവ് എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് എന്താ? ഖൽഖ്, മുൽക്ക്, തദബ്ബുർ, നിർമ്മിക്കുക, ഉടമപ്പെടുത്തുക, നിയന്ത്രിക്കുക, ഇതെല്ലാം ഒന്നിച്ചൊരുമിച്ചു കൂടിയ ഒരുത്തനാണ് റബ്ബ്. ആ റബ്ബാണ് അല്ലാഹ്. ആ അല്ലാഹ് മാത്രമേ മഅബൂദുള്ളൂ. എത്ര ക്ലിയറാണ് സുഹൃത്തുക്കളെ ഈമാൻ! എന്തൊരു രസമാണ് ഈമാൻ! എപ്പോഴാണ് ഈ ഈമാനിൽ ഇത്രമാത്രം വെള്ളം ചേർന്നത്? ആരാണ് ഈ വെള്ളം ചേർത്തിയത്? നമുക്ക് പരിശോധിച്ച് നോക്കാം, ചരിത്രപരമായി പരിശോധിച്ച് നോക്കാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരികയാണ് നമുക്ക് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങൾ. ഈ പെണ്ണിന്റെ നേരെ കയർത്തു ഫിറഔൻ, എങ്കിൽ നിന്നെയും നിന്റെ മക്കളെയും ഞാൻ വലിയ വട്ടളത്തിലിട്ടിട്ട് പുഴുങ്ങാൻ പോവുകയാണ്. ആ കാലഘട്ടത്തിൽ അമ്പിയാക്കളെ പോലും കൊന്നിട്ടുണ്ടായിരുന്നു ഫറോവമാര്. അവരെന്താ ചെയ്യാവില്ല, ചെമ്പിന്റെ വട്ടളത്തിൽ എണ്ണ പതപ്പിക്കും, എന്നിട്ട് ആ എണ്ണയിലിട്ടിട്ട് പുഴുങ്ങുമായിരുന്നു മോമിനിങ്ങളെ. നമുക്ക് അത്യാവശ്യം ഒരു മുട്ട, ഒരു ചീഞ്ഞ മുട്ട ഏറല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഏറി വന്നാൽ സ്റ്റേജിൽ കയറ്റി രണ്ടാട്ടിയ തേൽക്കഞ്ഞ് വേറൊന്നും ഉണ്ടാവില്ല. അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേര്, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ പൂർവികന്മാര് സഹിച്ചത്, ബഹുമാനപ്പെട്ട അംബിയാ മുർസലീങ്ങളെ സഹിച്ചത് അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പേരില്ല. എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, അള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല, അള്ളാഹ് മാത്രമേ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. ഓർത്തുകൊള്ളുക എന്റെ സമുദായം, ഉലമാക്കളും ഉമറാക്കളും ഓർത്തുകൊള്ളുക, മുതഅല്ലിമീങ്ങളും സാധാരണക്കാരും ഓർത്തുകൊള്ളുക. അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരു നബിയും വന്നിട്ടില്ല, ഒരു റസൂലും വന്നിട്ടില്ല. അള്ളാഹിനെ അറിയാത്തൊരു സമൂഹത്തിലേക്ക് നബിമാര് വന്നിട്ടില്ല. അള്ളാഹിനെ അറിയാത്തൊരു സമൂഹത്തിലേക്ക് മുസ്ലിങ്ങൾ വന്നിട്ടില്ല. അള്ളാഹുവിന്റെ വുജൂദിനെ പറ്റിയുള്ള സംശയം 19-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ലോകത്ത് ഉണ്ടാകാൻ തുടങ്ങിയത് തന്നെ. ആകെ 200 ചില കൊല്ലമേ ആയിട്ടുള്ളൂ അള്ളാഹിനെ പറ്റിയുള്ള സംശയം ലോകത്തുണ്ടാകാൻ തുടങ്ങിയിട്ട്. സോഷ്യലിസവും അതേപോലെ തന്നെ ക്യാപിറ്റലിസവും സയനിസവും കമ്മ്യൂണിസവും അതേപോലെ തന്നെ സെക്യുലറിസവും ഇതൊക്കെ കൂടെ വന്നിട്ടാകെ 200 കൊല്ലം പൂർത്തിയായിട്ടില്ല. 16-ാം നൂറ്റാണ്ടിൽ കുരിശ് വിപ്ലവം വിജയിച്ചതിന് ശേഷമാണ് ലോകത്ത് ഈ രീതിയിൽ അള്ളാഹുവിനെ മായ്ച്ചു കളയാനുള്ള പല സംവിധാനങ്ങളും ലോകത്ത് നിലവിൽ വന്നത്. അതിന് ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ആൾക്കാർ വല്ലാതെ മെനക്കെട്ടിട്ടുണ്ടായിരുന്നു. അതിന് വലിയ പങ്ക് ജൂതനസാറാക്കൾക്കുണ്ട്. എന്താ കാര്യം? അള്ളാഹുവിനെ മറയുടെ പിറകിൽ നിർത്തിയാലേ ജൂതനസാറാക്കൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ചരിത്രത്തിലേക്ക് കടന്നാൽ എനിക്ക് ചരിത്രം തന്നെ പറയേണ്ടി വരും. അവർ 100, 200, 300 കൊല്ലം പഴക്കമേ ഉള്ളൂ അള്ളാഹ് ഉണ്ടോ ഇല്ലെന്നുള്ള ചോദ്യം ലോകത്ത് വന്നിട്ട്. ആദം നബി തൊട്ട് ഈ 17-ാം നൂറ്റാണ്ട് വരെ സുദീർഘമായ 12,000-ഓളം കൊല്ലക്കാലം അള്ളാഹുവിന്റെ വുജൂദിയത്തിനെ പറ്റി ലോകത്ത് ആർക്ക് പോലും സംശയം ഉണ്ടായിരുന്നില്ല. ഞാനാണ് ഇലാഹ് എന്ന് പറയുമ്പോഴും അള്ളാഹ് ഇല്ല എന്ന് ഫിറോൻ പറഞ്ഞിട്ടില്ല. ഞാനാണ് ഇലാഹ് എന്ന് പറയുമ്പോഴും അള്ളാഹ് ഇല്ല എന്ന് നമ്രൂദ് പറഞ്ഞിട്ടില്ല. ഞാനാണ് എല്ലാം നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോഴും നൂഹിന്റെ ഖൗം അള്ളാഹ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബിസ്മിയുടെ ഫലായിലുകൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ഫലായിൽ പറഞ്ഞ തഫ്സീറിന്റെ കിതാബുകളിൽ അമൂല്യമായ ചില അഭിപ്രായങ്ങൾ ചില ഇമാമിങ്ങൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന കാലം വരെ ഫറോവ സമൂഹത്തെ സംരക്ഷിച്ചതിന്റെ പിറകിൽ ഒരു രഹസ്യമുണ്ട്. അവൻ സ്വകാര്യമായി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം സൂക്ഷിക്കുന്നവനായിരുന്നു എന്ന അഭിപ്രായം ചില മുഫസ്സിറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്വകാര്യ ജീവിതത്തിൽ അവൻ അള്ളാഹിനെ അംഗീകരിക്കുന്നവനാണ്. അബൂജഹലിനെ പോലെ, ഉത്ബത്തിനെ പോലെ, ശൈബത്തിനെ പോലെ അവർ അള്ളാഹുവിനെ പൂർണ്ണമായി ആദരിക്കുന്നവരാ, അള്ളാഹിനെ അംഗീകരിക്കുന്നവരാ, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നവരാ. പക്ഷെ അവർക്കുള്ള കുഴപ്പം എന്താ? അള്ളാഹിന്റെ വഹദാനിയത്തെ അവർ അംഗീകരിക്കുകയില്ല. ഇതാണ് കുഴപ്പം. നിങ്ങൾക്ക് സംഭവങ്ങൾ പറഞ്ഞുതരാം, ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം ഞാൻ. അബൂജഹലിനും ഉത്ബത്തിനും ശൈബത്തിനും അള്ളാഹിനെ അറിയാം, അള്ളാഹിനോട് ആദരവാണ്, ബഹുമാനമാണ്. പിന്നെ എന്തിനാ അഷ്റഫുൽ ഖൽഖുമായിട്ട് അവരടഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് ഹുദൈബിയ സന്ധി, റസൂലുള്ളാഹി തങ്ങളും ഖുറൈശികളും സന്ധിയിൽ ഏർപ്പെടുകയാണ്. ഉംറ അടുത്ത കൊല്ലം ഖളാ കിട്ടാൻ വേണ്ടിയിട്ട് വരണം. മക്കത്തുണ്ട് ആരെങ്കിലും മദീനത്തേക്ക് വന്നാൽ തിരിച്ചയക്കണം. മദീനത്ത് നിന്ന് വന്നാൽ തിരിച്ചയക്കൂല. ഖുറൈശികൾക്ക് മാത്രം അനുകൂലമാകുന്ന ചില വ്യവസ്ഥകൾ എഴുതി പിടിപ്പിച്ചു. എല്ലാം റസൂലുള്ളാഹി തങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിന്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി. ഖുറൈശിയുടെ പ്രതിനിധി സുഹൈലായിരുന്നു. അയാൾ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളോട്, ഓ മുഹമ്മദ്, ഇത് ശരിയാവില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഞങ്ങൾക്ക് അള്ളാനെ അറിയാം, പക്ഷെ റഹ്മാൻ റഹീം എന്ന വിശേഷണമുള്ള അള്ളാനെ ഞങ്ങൾക്കറിയില്ല. ഈ കരുണയുള്ള അള്ളാനെ ഞങ്ങൾക്കറിയില്ല, ഈ കൃപയുള്ള അള്ളാനെ ഞങ്ങൾക്കറിയില്ല. അങ്ങനെ അള്ളാഹ്ക്കൊരു പേരുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കാക്കത്തൊള്ളായിരം ബിംബങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹ് റഹ്മാനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബിംബത്തിന്റെ ആവശ്യം എന്താ? കടുകടുത്ത അള്ളാഹുവിൽ നിന്ന് ഇച്ചിരി എന്തെങ്കിലും കിട്ടാനാണ് ഞങ്ങൾ ഇവരെയൊക്കെ ഇറക്കി വെക്കുന്നത്. ഞങ്ങൾ പഠിച്ച അള്ളാഹ് ശിക്ഷിക്കുന്ന അള്ളയാ, ഞങ്ങൾ പഠിച്ച അള്ളാഹ് കടുപ്പക്കാരനായ അള്ളയാ, ഫിറൗനെ സൃഷ്ടിച്ച അള്ളാഹ്, ശിക്ഷിച്ച അള്ളാഹ്, അപ്പോ പിന്നെ അബ്രഹത്തിന്റെ പട്ടാളത്തെ കൈകാര്യം ചെയ്ത അള്ളാഹ്, ആദിനെയും ഇറമിനെയും കൈകാര്യം ചെയ്ത അള്ളാഹ്, സമൂദിനെ കൈകാര്യം ചെയ്ത അള്ളാഹ്, ഖൗമു നൂഹിനെ കൈകാര്യം ചെയ്ത അള്ളാഹ്, ആ അള്ളാഹുവിന്റെ ഇടപെടൽ ഞങ്ങൾക്ക് ഇല്ലാവാതിരിക്കാനാണ് ഞങ്ങളോട് എപ്പോഴെങ്കിലും സ്നേഹമുള്ള ഈ മഹാന്മാരെ ഞങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്, ഈ ഔലിയാക്കളെ ഞങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്. വല്ലാഹി റബ്ബുനാണ് തന്നെയാണ് സത്യം. അള്ളാന്റെ റഹ്മാനിയത്തിനും റഹീമിയത്തിനും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ജാറങ്ങളായ ജാറങ്ങൾ മുഴുവൻ നാട്ടിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മത്തിൽ അള്ളാഹ് വിശ്വാസമില്ലാത്തതിന്റെ പേര് അള്ളാഹ് റഹ്മാനാണെന്ന് അംഗീകരിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹ് റഹീമാണെന്ന് അംഗീകരിച്ചിരുന്നുവെങ്കിൽ റഹ്മത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത ഈ ശക്തികളെ പിന്നാലെ നടക്കുന്ന ആവശ്യം വരുമായിരുന്നില്ല. ഖുറൈശികളും പണ്ട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. റഹ്മാനും റഹീമായ അള്ളാഹു ഞങ്ങൾക്ക് പരിചയമില്ല, അത് നിന്റെ വകയാണ് മുഹമ്മദ്, അതുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റൂല. പിന്നെ എന്താ ഇതെന്ന് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ. ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതാൻ പറഞ്ഞു. എന്താ എഴുതാൻ പറഞ്ഞത്? ബിസ്മിക്കല്ലാഹുമ്മ, അള്ളാഹുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ എഴുതുന്നു. ഇവിടെ അബൂജഹലിന്റെ പാർട്ടി പറഞ്ഞു കൊടുത്ത അല്ലാഹുമ്മ ഏതാ? ചില ആൾക്കാർ പ്രസംഗിച്ചെടുക്കാറുണ്ട് അത് ബിംബങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബിംബമായ അള്ളയാണെന്ന്. എങ്കിൽ അള്ളാഹ് റസൂൽ സമ്മതിച്ചു കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ബിംബത്തെ ഇലാഹായിട്ട് അള്ളാഹ് റസൂലായി അംഗീകരിച്ചതാണോ നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? എന്റെ സുഹൃത്തുക്കളെ, ഒരു കാര്യം വാദിച്ച് ജയിക്കാൻ മെനക്കെടുമ്പോൾ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരിക. ബിസ്മിക അല്ലാഹുമ്മ എന്ന് സമ്മതിച്ചു കൊടുത്തില്ല റസൂലുള്ളാഹി തങ്ങൾ. അതിന്റെ അർത്ഥം കഅബാലയത്തിലെ ബിംബങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബിംബത്തെ അള്ളാഹുവിന്റെ റസൂൽ സമ്മതിച്ചു കൊടുത്തു എന്നാണോ നമ്മൾ അർത്ഥം വെക്കേണ്ടത്? അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അള്ളാഹ് റസൂൽ തയ്യാറാവുമായിരുന്നോ? അങ്ങനെ ഒരു കോംപ്രമൈസ് റസൂൽ ഞങ്ങൾ തയ്യാറാകുമായിരുന്നോ? എങ്കിൽ ആയത്തിറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ചെറിയൊരു കോംപ്രമൈസ് ആകാമായിരുന്നില്ലേ? അല്ലാഹുമ്മ എന്ന് ഖുറൈശികളെ വിളിച്ചത് ആകാശഭൂമിന്റെ ഉടമസ്ഥരായ അള്ളാഹുവിന് തന്നെയാണ്. അത് പറഞ്ഞു, ഖുൽ മൻ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശത്തിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കൂ നബിയെ. വൽ അർദ്, ഭൂമിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കൂ. വമാ ബൈനഹുമാ വമൻ ഫീഹിൻ, ആകാശ ഭൂമികളിൽ ഉള്ളതിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കൂ അവരോട്. സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അല്ലാഹു ആണ് എന്ന്. എങ്കിൽ ചോദിക്കൂ ഖുൽ അഫലാ തത്തഖൂൻ, പിന്നെന്താ നിങ്ങളെ അല്ലാഹ്ക്ക് മാത്രമായി നിങ്ങൾ ഇബാദത്ത് അർപ്പിക്കാത്തത്? അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പലരെയും കൂട്ടുന്ന എന്തിനാ എന്ന് ചോദിക്കൂ നബിയേ എന്ന്. അപ്പൊ അള്ളാഹുവിനെ അവർ അംഗീകരിക്കുന്നുണ്ട്, അള്ളാന്റെ വഹദാനിയത്ത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. വേറൊരു കാര്യം കൂടി നിൽക്കാൻ പറഞ്ഞുതരാം എന്റെ പ്രിയപ്പെട്ടവർക്ക്. സാധാരണ ജാറം കാവൽക്കാര് സമൂഹത്തിന്റെ മനസ്സിനെ അല്ലാഹ് അല്ലാത്തവർ ആവശ്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്. അത് അള്ളാന്റെ മേൽ ആരോപണമാണത്, അള്ളാന്റെ മേൽ കളവ് ചുമത്തലാണത്, അള്ളാഹുവിന്റെ മേൽ കുറ്റം ആരോപിക്കലാണത്. അള്ളാഹുവിനെ താഴെ കാണല, അള്ളാഹുവിനെ കുറച്ച് കാണല. അത് അധിക പേരും മനസ്സിലാക്കുന്നില്ല. ഒന്ന്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 32 വയസ്സ് പ്രായം. വെള്ളപ്പൊക്കത്തിൽ കഅബാലയത്തിന്റെ തകരാറ് പറ്റി. കഅബാലയത്തിന് തകരാറ് പറ്റി, കഅബാലയം പൊളിഞ്ഞിടിഞ്ഞു വീഴാൻ പോയി. ഖുറൈശികൾ യോഗം കൂടി കഅബാലയം പുതുക്കി പണിയാൻ. അവരൊരു കമ്മിറ്റി എടുത്തു വന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് 32 വയസ്സ് പ്രായമാണ്, നബിയായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 8 or 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് നബിയാകുന്നത്. 30 or 32 വയസ്സ് പ്രായം. റസൂലുള്ളാഹി തങ്ങൾ ഒറ്റക്ക് സ്വന്തമായി ആരോരും കൂടാതെ, കളിക്കാതെ ചിരിക്കാതെ, വല്ല ചിന്തയിലും വല്ല ഫിക്റിലുമായി തരിച്ചു കഴിഞ്ഞുകൂടുന്ന കാലം. കഅബാലയം പുതുക്കിപ്പണിയാൻ അവർ യോഗം കൂടി. ആ യോഗത്തിൽ അവർ തീരുമാനമെടുത്തു, ഏതായാലും പൊളിച്ചു പണിയാം, ഇനി നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല. പുതുക്കിപ്പണിയാൻ തീരുമാനമെടുത്തതിന് ശേഷം ഖുറൈശിയിലെ പ്രമുഖന്മാരെ യോഗം കൂടി. പണിയാൻ ആവശ്യമായ സമ്പത്ത്, പൈസ എവിടുന്ന് ഉണ്ടാക്കുക, ചെലവ് ആവശ്യമാണ്. മാരത്തോൺ ചർച്ചകൾ നടന്നു, ഭയങ്കരമായ യോഗങ്ങൾ നടന്നു. എന്താ കാര്യം? ഖുറൈശികൾ അന്ന് തീരുമാനിച്ചു, ഇത് അല്ലാഹുവിന്റെ ഭവനമാണ്,
അള്ളാഹുവിന്റെ ഭവനത്തിൽ ഹലാലായ പണം മാത്രമേ പറ്റുകയുള്ളൂ. നിങ്ങൾ ഖുറൈശികളെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണം, നമ്മളെ പോലെ എല്ലാ ഖുറൈശികൾ ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടികളാണ് ഖുറൈശികൾ. ഇസ്മായിൽ നബിന്റെ മക്കളാണ് ഖുറൈശികൾ. ഭൂലോകത്തിലെ ഏറ്റവും വലിയ തറവാട്ടുകാരാണ് ഖുറൈശികൾ. ഭൂലോകത്തിലെ ഏറ്റവും വലിയ കുടുംബക്കാരാണ് ഖുറൈശികൾ. നമ്മൾ അള്ളാഹുവിനെ കൊച്ചാക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെയും കൊച്ചാക്കാൻ ചില ഏർപ്പാടുകൾ നടക്കുന്നുണ്ട്. എന്തെന്നറിയുമോ? ഖുറൈശികൾക്ക് അള്ളാഹിനെ അറിയില്ല എന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ നാട്ടിലെ ആദിവാസികളെ പോലെയുള്ളവരാണ് അന്നത്തെ ഖുറൈശികൾ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. തികച്ചും ചരിത്രപരമായ ജഹാലത്ത, വിവരക്കേടാ. ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടികളാണ് ഖുറൈശികൾ. ഇസ്മായിൽ നബിന്റെ മക്കളാണ് ഖുറൈശികൾ. അറബികൾ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും മക്കൾക്കാണ് അറബികൾ എന്ന് പറയുന്നത്. അതൊരു ഡയറക്റ്റായി ഇസ്മായിൽ നബിയിലേക്ക് ചെന്നു ചേരുന്ന നിസ്ബയാണ് അഷ്റഫുൽ ഖൽഖിന്റേത്. ഹബീബിന്റെ ബാപ്പ അബ്ദുല്ലാന്റെ ബാപ്പ അബ്ദുൽ മുത്തലിബിന്റെ ബാപ്പ ഹാഷിം, അബ്ദു മനാഫ്, ഖുസയ്യ്, കിലാബ്, മുറത്ത്, കഅബ്, ലുഅയ്, ഫിഹ്ർ, മാലിക്, ഗാലിബ്, നളറ്, ഹുസൈമത്ത്, മുദരിക്കത്ത്, നിസാർ, അദ്നാൻ, മുഅദ്ദ്, അദ്നാൻ, ഇങ്ങനെ ഇസ്മായിൽ നബി വരെ എത്തുന്ന ഡയറക്റ്റ് ഉപ്പപ്പമാരെ പേരിലാണ് അഷ്റഫുൽ ജനിച്ചു വന്നിരിക്കുന്നത്. ആ ഖുറൈശികൾ മടയന്മാരും മണ്ടന്മാരുമല്ല, ചരിത്രപരമായി നല്ല യാഥാർത്ഥ്യബോധമുള്ളവരാണ് അവർ. അതുകൊണ്ടാണ് ആദിന്റെയും ഇറമിന്റെയും കഥ കേട്ടപ്പം വലീദ് നബി തങ്ങളെ വായുകുത്തിയത്. വലീദ് റസൂലുള്ളാഹി തങ്ങൾക്ക് പോയതാ, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം മുഹമ്മദ്, നീ ഈ പരിപാടി ഒന്ന് നിർത്തണം, ഈ അള്ളാഹ് മാത്രം എന്ന വാക്ക് നീ ഒന്ന് നിർത്തണം, അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്നുള്ള പ്രസംഗം നീ ഒന്ന് നിർത്തണം. നിനക്ക് എന്താ വേണ്ടത്? 5 or 10 പെൺപിള്ളേരെ ഞങ്ങൾ വിവാഹം കഴിച്ചു തരാം, നിനക്ക് നാട്ടിന്റെ അധികാരം വേണമെങ്കിൽ തരാം, നിനക്ക് വേണമെങ്കിൽ പണം വേണോ, ഈ ഖജാന മുഴുവൻ നീ എടുത്തോളി, നീ അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറയല്ലേ, അള്ളാഹിന്റെ ഒക്കെ ഈ പറയുന്നതെല്ലാം ഉള്ളു, നീ ഒന്ന് സമ്മതിച്ചതാ, എങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. റസൂലുള്ളാഹി തങ്ങൾ അക്ഷോഭ്യനായി ക്ഷമാപൂർവം വലീദ് പറഞ്ഞത് മുഴുവനും കേട്ടിരുന്നു. എല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം ചോദിച്ചു, നിങ്ങൾ പറഞ്ഞതൊക്കെ തീർന്നോന്ന് ചോദിച്ചു. എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു, നീ അംഗീകരിക്കണം. റസൂലുള്ളാഹി തങ്ങൾ ഹൂദ് സൂറത്തിലെയും അൽ ഹാക്ക സൂറത്തിലൊക്കെ ആദി ഇറമ ഗോത്രക്കാർക്ക് നടന്ന സംഭവങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആദിനെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, ഇറമിനെ അറിഞ്ഞിട്ടില്ലേ, സമൂദിനെ അറിഞ്ഞിട്ടില്ലേ, ഫിറൗനെ അറിഞ്ഞിട്ടില്ലേ? ഇതൊക്കെ തന്നെയാണ് അള്ളാന്റെ വഹദാനിയത്തിനെ ചോദ്യം ചെയ്താൽ നിങ്ങൾക്കും വരാൻ പോകുന്നത് എന്ന രീതിയിൽ ഖുർആൻ ആയത്ത് മാത്രം ഇങ്ങനെ ഓതി വന്നപ്പോൾ വലീദിന് ആകമാനം ബേജാറായി, എഴുന്നേറ്റു, ശരീരമൊക്കെ അസ്വസ്ഥതയായി. അവസാനം അഷ്റഫുൽ ഖൽഖിന്റെ വായി പൊത്തിയിട്ട് പറഞ്ഞു, മുഹമ്മദ്, എനിക്ക് കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്ന്. എന്തുകൊണ്ട്? വലീദിന് കഴിഞ്ഞ കാലഘട്ടത്തിലെ ചരിത്രം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ രാജ്യത്തെ സാക്ഷിയാക്കിക്കൊണ്ട്, ഇജാസിനെ സാക്ഷിയാക്കിക്കൊണ്ട് ആദിനെന്താ പറ്റിയെന്ന് വലീദിന് അറിയാം, സമൂദിനെന്താ പറ്റിയെന്ന് വലീദിന് അറിയാം, ഇറമിനെന്താ പറ്റിയെന്ന് വലീദിന് അറിയാം. കഴിഞ്ഞുപോയ ചരിത്രങ്ങളും നബിമാരും കിതാബുകളും അവർക്കുള്ള കെടുതികളും ഇതൊക്കെ മനസ്സിലാക്കിയവർ തന്നെയാണ് വലീദടക്കമുള്ള ഖുറൈശിക്കൂട്ടം. എന്നെല്ലാവരും പൊട്ടന്മാരല്ല. നമ്മുടെ ചില പുരോഹിതന്മാര് പറയുന്നത് പോലെ അവരെല്ലാം പൊട്ടന്മാരായിരുന്നു, വിഡ്ഢികളായിരുന്നു. അവർ കഅബത്തിലെ ഏറ്റവും വലിയ രൂപത്തെ അള്ളയാണെന്ന് ധരിച്ചിട്ട് അള്ളാനെ വിളിച്ചവരായിരുന്നു, എന്നുള്ളവർക്ക് അള്ളാനെ അറിയുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധാരണക്കാരനെ ഔലിയാക്കളിലേക്കും ശൈഖിലേക്കും തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. തീർച്ച ചരിത്രത്തിൽ ജഹാലത്ത് കടത്തിവിട്ടുകയാണത്. അങ്ങനെയല്ല, ഖുറൈശികൾ അല്ലാഹുവിനെ നന്നായിട്ട് അറിയുന്നവരാണ്. അതിന് തെളിവുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഅബാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ സാമ്പത്തികം സ്വരൂപിക്കൽ എങ്ങനെയാണെന്നുള്ള ചർച്ച വന്നു. ഖുറൈശികളിൽ പ്രമുഖന്മാർ എഴുന്നേറ്റ് പ്രസംഗിച്ചു. നമ്മുടെ നാട്ടിൽ 4 തരത്തിലുള്ള സാമ്പത്തിക വരുമാനങ്ങളുണ്ട്. വരുമാന മാർഗങ്ങൾ 4 തരത്തിലാണ് നമ്മുടെ നാട്ടിൽ മക്കയിൽ. ഇതിന് 3 കൊടിയ ഹറാമാണ്. 1 മാത്രമേ ഹലാലുള്ളൂ. ആ ഹലാലായ പൈസ മാത്രമേ അല്ലാഹുവിന്റെ ഭവനത്തിൽ ചെലവാക്കാൻ പറ്റുകയുള്ളൂ. ഹറാമായ മാർഗങ്ങൾ ഏതൊക്കെയാണ്? അറബികൾ, പ്രത്യേകിച്ച് മക്കക്കാർ, ഖുറൈശികൾ കൊടിയ വട്ടിപ്പലിശക്കാരാണ്. ഏറ്റവും വലിയ പലിശ കച്ചവടക്കാരൻ അബ്ബാസ്, നബി തങ്ങളുടെ മൂത്താപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അന്ന് ജാഹിലിയ്യ കാലത്ത് ഏറ്റവും വലിയ പലിശ കച്ചവടക്കാരനാണ്. രണ്ടാമത്തെ വരുമാന മാർഗം ചൂതാട്ടമാണ്, ലോട്ടറി. അതിൽ ഏറ്റവും വലിയ അഗ്രഗണ്യൻ ഖത്താബിന്റെ മകൻ
ഉമറിനെ വെല്ലാൻ ഒരു ചൂതാട്ടക്കാരനും കഴിയില്ല. വിദേശത്ത് നിന്ന് കച്ചവടക്കാരുമായിട്ട് വെല്ലുവിളി നടത്തുമായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ, കളിക്കാനുണ്ടോ എന്ന്. അതിലെല്ലാം ജയിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കിയ പണക്കാരനായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. മൂന്നാമത്തെ വരുമാനം ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതും കുടിക്കുന്നതും എന്ന മക്കാരാണ്, ഖുറൈശികളാണ്. അഗ്രഗണ്യന്മാരാണ് അബ്ദുറഹ്മാൻ ഔഫ്, അബൂ ഉബൈദയെ പോലെയുള്ള ആൾക്കാർ വലിയ വലിയ മദ്യ ബിസിനസ്സുകാരാണ്. മദീനയിൽ കള്ള് നിഷിദ്ധമാക്കിക്കൊണ്ട് ആയത്തിറങ്ങിയപ്പോൾ അവരുടെ കള്ളിന്റെ ഗോഡൌണാണ് പൊട്ടിച്ചിറക്കിയത്, നദിയായിട്ടൊഴുകിയത്. ഹലാലായ ഒരു വർഗം മാത്രമേ ഉള്ളൂ. പരമ്പരാഗതമായി ഈത്തപ്പഴവും മുന്തിരിയും കച്ചവടം ചെയ്യുന്നവരാണ് ഖുറൈശികൾ. അതേപോലെ ഒട്ടകങ്ങളെയും ആടുകളെയും മേയ്ക്കുന്നവരാണ് അവർ. അത് മാത്രമേ അന്ന് ഖുറൈശികൾ ഹലാലായിട്ട് നിശ്ചയിച്ചിട്ടുള്ളൂ. ആരാറാമാക്കിയതല്ല, ലാത്തിയും ഉസ്സയും മനാത്തിയും ഹലാലാക്കിയത് അല്ല. അല്ലാഹ് ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് അവർ. ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, അതിനൊക്കെ കുറെ അവരൊക്കെയും കൂട്ടും. ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് അവർ തവാഫ് ചെയ്യും, പക്ഷെ അവരൊക്കെയും കുറച്ച് കൂട്ടും. ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് അവർ നിസ്കരിക്കും, അവരൊക്കെ കുറച്ച് അവരെ വകയും കൂട്ടും. ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് നോമ്പ് നോക്കും, അവരെ വകയും കുറച്ച് കൂട്ടും. ഇതായിരുന്നു ഖുറൈശിക്കൂട്ടത്തിന്റെ ദീൻ. അവർ പൂർണ്ണമായി ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയവരല്ല, ഭാഗികമായി ഇസ്ലാമിനെ അംഗീകരിച്ചവരാ. നമ്മുടെ കാലഘട്ടത്തിലുള്ളവരെല്ലാം പോലെ ഭാഗികമായി ഇസ്ലാമിനെ അംഗീകരിച്ചവരാണ് ഖുറൈശികൾ. അവര് ഹാജിമാർക്ക് വെള്ളം കൊടുക്കും, ഹാജിമാരെ തീറ്റിപ്പോറ്റും, അവര് കൃത്യമായി ഹജ്ജിന് വരുന്നവരെ സൽക്കരിക്കും. ദുൽഹജ്ജ് 7-ന്റെ അന്ന് മിനായിൽ വെള്ളം കൊണ്ട് നിറക്കുവർ. ഇതിനെപ്പറ്റി സൂറത്തുൽ തൗബയിൽ അല്ലാഹു പറഞ്ഞത് അജഅൽതും സിഖായത്തുൽ ഹാജി വഇമാറത്തുൽ മസ്ജിദുൽ ഹറാം. ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കലും മസ്ജിദുൽ ഹറാം പരിപാലിക്കലും അല്ലാഹുവിനെ വിശ്വസിച്ചതുപോലെ ആവുമോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട് അവരോട്, ഖുറൈശികളോട്. അത്രമാത്രം അല്ലാഹുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉള്ളവരായിരുന്നു ഖുറൈശികൾ. അവരെന്ത് പറഞ്ഞാലും അല്ലാഹുവിനെയാണ് അവർ ആ വിഷയത്തിൽ കാണുക, ഷാഹിദായിട്ട് കാണുക. അവരെന്ത് പറയുമ്പോഴും സത്യം ചെയ്യുന്നു. വല്ലാഹി വല്ലാത്ത വല്ലുസ, അല്ലാഹനെ തന്നെയാണ്, പിന്നെ ലാത്തനെ തന്നെയാണ്, ഉത്തനെ തന്നെയാണ് സത്യം ചെയ്യുന്നവരാണ് അവർ. അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് ഒരു പരിപാടി ഖുറൈശികൾക്കില്ല. അള്ളാഹുവിനെ ഇല്ല എന്നോ അള്ളാഹുവിന്റെ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് അറിയില്ല എന്നോ ഖുറൈശികൾ പറഞ്ഞിട്ടില്ല. അവർ അള്ളാഹുവിനെ അംഗീകരിച്ചവരാ. അതുകൊണ്ടാണല്ലോ ഖുറൈശിക്കൂട്ടം മധ്യസ്ഥത്തിന് വന്നിട്ട് നീ പറയുന്ന അള്ളാഹനെ ഞങ്ങൾ ഒരു കൊല്ലം ആരാധിക്കാം, ഞങ്ങൾ പറയും ദൈവത്തെ നീ ഒരു കൊല്ലം ആരാധിക്കണം എന്നൊരു കോംപ്രമൈസുമായിട്ട് ഖുറൈശിക്കൂട്ടം വന്നപ്പോൾ അള്ളാഹ് ആയത്തിറക്കിയില്ലേ, ഇല്ല ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പറ നബിയെ കാഫിറുകളോട്, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ഈ അംഗീകരിക്കുന്ന, നിങ്ങൾ ഈ ഭാഗത്തെടുക്കുന്ന അല്ലാഹ് അല്ലാത്ത ഈ ശക്തി വ്യക്തി വസ്തുക്കളെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ഈ ഭാഗത്ത് ചെയ്യുന്ന അല്ലാഹനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. ഇല്ല ഇല്ല, വലാ അന വലാ അന വലാ അന, ഇല്ല ഞാനില്ല ഞാനില്ല. ഈ വലാ അന എന്നതിനൊക്കെ ഈ അറബി ഗ്രാമർ വെച്ച് അർത്ഥം വെക്കുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാകുക. വലാ അന നഫീന്റെ മുത്തക്കല്ലിമിന്റെ അനയും ഈ ലമീറും മുമ്പിൽ വന്ന് പിന്നീട് വിഷയം പറയുമ്പോൾ കട്ടി, അതിന്റെ ഗൗരവം എന്താണെന്ന് അറബി ഗ്രാമർ ചെയ്യുന്നവർക്കറിയാം. വലാന ഞാനില്ല, ഞാനില്ല, ഇല്ല ഇല്ല. നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, എന്നെ കാക്കണ്ട, ഞാനില്ല നമ്മൾ പറയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ വലാന ഉപയോഗിച്ചത്. വലാന ആബിദും മാ അബദ്തും, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഈ പറയുന്ന ഒന്നും നിങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ എന്നും ചെയ്യുന്നില്ല, ഒന്നും എനിക്ക് വിഷയമല്ല. നിങ്ങൾ ആരാധിക്കുന്ന വസ്തുവിനെ ആരാധിക്കുന്നത് അത് എന്നെ കൊണ്ട് പറ്റില്ല, അത് ഞാൻ ചെയ്ത പ്രശ്നമേ ഇല്ല. വലാത്തും ആബിദൂന മാ, ഞാൻ ആരാധിക്കുന്ന അല്ലാഹനെ, ഞാൻ ഈ ബാത്ത് ചെയ്യുന്ന അല്ലാഹനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. കടുകടുത്ത അള്ളാഹുവിന്റെ വഹദാനിയത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല, വഹദാനിയത്തിൽ ഒരു തരത്തിലുള്ള മധ്യസ്ഥമില്ല, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയില്ല. തീവ്രമാണ്, തീവ്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ലാ മഅബൂദ ബിഹഖ്. ഒന്ന് ദുആ ചെയ്യാൻ, ഒന്ന് ഇടപെടാൻ, ഒന്ന് ആലോചിക്കാൻ, ഒന്ന് സുജൂദ് ചെയ്യാൻ, ഒന്നൊരു പരാതി പറയാൻ, ഒരാട്ടിനെ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു നേർച്ച വെക്കാൻ അല്ലാഹുവല്ലാത്ത വേറെ ഒന്നും ഇല്ല ഇല്ല ഇല്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ആ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. അള്ളാഹു മാത്രം, അള്ളാഹു മാത്രം. ഇത് സഹിക്കാൻ ഖുറൈശികൾക്ക് കഴിയുന്നില്ല. ആ ഖുറൈശികളെ പല പിൻഗാമികൾക്കും ഇന്ന് സഹിക്കാൻ കഴിയാത്തതുപോലെ ഖുറൈശികൾക്ക് അന്ന് സഹിക്കാൻ കഴിയില്ല. ഈ മാത്രം എന്ന പ്രയോഗം കേട്ട് മടുത്തു ഖുറൈശികൾ. കടുകടുത്ത വെറുപ്പ് വന്നു റസൂലുള്ളാഹി തങ്ങളോട്.
ഓ മുഹമ്മദ്, അല്ല മാത്രമേ ഉള്ളൂ എന്ന് പറയല്ല മുഹമ്മദ്. അള്ളാന്റെ ഒന്നിച്ച് ഞങ്ങളെ വിളിക്കുന്നതിലൊക്കെ നീ ഒന്ന് അംഗീകരിച്ചതാ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇല്ല, അള്ളാഹു അല്ലാത്ത ഒന്നിനും അംഗീകരിക്കാൻ പറ്റുകയില്ല. ലാ തുശ്രികൂ ബിഹി ശൈആ. അവര് കഅബാലയത്തിന്റെ ചുമലിൽ എഴുതി കെട്ടിത്തൂക്കി. ആരുടെയും കയ്യിൽ ഹലാലായ മത